അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമാ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. ബഹുമാനമുള്ള പണ്ഡിത മഹത്തുക്കളെ, ഈ ക്യാമ്പിൻ്റെ പ്രതിനിധികളായി ഇന്ത്യയുടെ അഷ്ടദിക്കുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ കർമ്മോത്സുകരായ ഭടന്മാർ, ഒരു റിലാക്സിൻ്റെ സമയമാണ്. വിഷയമാകട്ടെ ഖാദിയാനിസവുമാണ്. രണ്ടും കൂടി ചേർത്ത് നോക്കുമ്പോൾ ഒരു ചിലർക്കൊക്കെ ഒരു വിരക്തി ഉണ്ടാകും. എങ്കിലും ഇത് കഴിഞ്ഞും കടല കുറിക്കാനൊക്കെ അങ്ങനെ നടക്കാനുള്ളൊരു സമയം ഉണ്ടാവും. അതുകൊണ്ട് അല്പനേരം കൂടി ഇരുന്നാൽ നല്ലതാണ്. ഇനി ആർക്കെങ്കിലും വല്ല തിരക്കുണ്ടെങ്കിൽ പോളിയിലും വിരോധമില്ല. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ക്യാമ്പ് വളരെ വിജയകരമാണ്. അസറിൻ്റെ ശേഷം തന്നെ ഇക്കോലത്തിൽ ആളുകൾ ഇരുന്നാൽ പിന്നെ എന്താ അതിൻ്റെ കാര്യം? ഇന്ന് രാവിലെ കാലത്ത് തന്നെ രണ്ടാളുകളുടെ ഡയലോഗ് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഒരു ഹിന്ദുവിൻ്റെ ഹോട്ടലിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാ. അപ്പം അദ്ദേഹം അവിടെ വന്ന ഒരു കസ്റ്റമറോട്, അയാളൊരു ഹിന്ദുവാണ്, സംസാരിച്ചുകൊണ്ട് പറയാൻ, നീ എന്താ കരുതിയത്? ആള് വരത്തില്ലെന്നാ? ഇതെന്താ നീ മനസ്സിലാക്കിയത്? ഇത് സമസ്തയുടെ സമ്മേളന. ഇത് സമസ്തയുടെ സമ്മേളന. ആര് പറഞ്ഞു ആള് വരത്തില്ല? അപ്പൊ നോക്കണം കളി, എന്തോ ഇവിടെ ആരോ മിന്നി നടന്നക്കൂടും. കച്ചവടക്കാരെ, നിങ്ങൾ വല്ലാതെ സാധനം ഉണ്ടാക്കണ്ട. അപ്പൊ അയാൾക്ക് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ സാധനം തേഞ്ഞിട്ടില്ല. ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട്, അതിന്റെ പുറത്ത് തേഞ്ഞിട്ടില്ല. സമ്മേളനം വലിയ വിജയമാണെന്നുള്ള ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ കാര്യം. എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഖാദിയാനിസം എന്ന് പറഞ്ഞ വിഷയമാണ്. ഇത് വളരെ പഴക്കമുള്ളൊരു വിഷയമാണ്. മുജാഹിദും ജമാഅത്തൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു വിഷയമാണ്. സ്വാഭാവികമായും എല്ലാവർക്കും അത് സംബന്ധിച്ച് പരിചയം ഉണ്ടാവും. അപ്പം എന്നോട് ആദ്യം കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്നൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, നല്ല വിഷയമാണ്. പിന്നെ കണ്ടൊക്കെ വിളിച്ചു പറയണോ, ആ വിഷയമല്ല നിങ്ങൾക്ക്. പിന്നെ ഏത് വിഷയ? ഖാദിയാനിസ. അത് നല്ല തന്നെയാണ്. അപ്പൊ എന്നാ ആയിക്കോട്ടെ, ഖാദിയാനിസം വിരോധമല്ല. എനിക്കാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രമൊക്കെ അറിയാം. കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ചരിത്രം കാർൽ മാർക്സിൻ്റെതും മിർസ ഗുലാം ഖാദിയാൻ്റെ ഒന്നും തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലൊരു വിഷയമൊന്നുമില്ല. അപ്പൊ ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്തിനാണ് ഇപ്പൊ ഈ ഖാദിയാനിസൊക്കെ എടുക്കണത്? മുജാഹിദിസൊക്കെ എടുക്കുകയാണെങ്കിൽ നേരത്തെ കക്കുപടി ഇവിടെ പ്രസംഗിച്ച് ഒരുപാട് നവ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പറഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ പറയാം, ഒരു ചെറിയൊരു കാര്യം ഓർമ്മ വന്നത്. കക്കുപടിൻ്റെ അനുബന്ധമായിട്ട് ഒരു വാക്ക് ഞാൻ പറയാണ്. KNM ഒരു സമ്മേളനം നടന്നു. ഈ പറഞ്ഞ ഇസ്ലാഹികളെ പുറത്താക്കാനുള്ള സമ്മേളനമാണ്. അപ്പം ഈ പറഞ്ഞ മൂപ്പരോട് വായിച്ച എല്ലാ കാര്യങ്ങളും അന്നവിടെ ചർച്ചാ വിഷയമായിരിക്കുന്നു. അതിൽ പങ്കെടുത്ത ആൾ പറഞ്ഞാണ് എല്ലാം ചർച്ചാ വിഷയമായിരിക്കുന്നു. അപ്പോൾ അതിൽ നേതാക്കന്മാരൊന്ന് മാറി നിന്നിട്ട് പിന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങി. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവരെ പുറത്താക്കി തന്നെ. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, അല്ലാഹ് ഓലെ പുറത്താക്കിയാൽ എങ്ങനെ? 10-30 കൊല്ലം നമ്മൾക്ക് വേണ്ടി പണിയെടുത്ത ആളുകൾ, നമ്മൾക്ക് വേണ്ടി തീവ്രമായി പ്രതികരിച്ച ആളുകൾ, ഓലെങ്ങനെ നമ്മൾ പുറത്താക്കുക? അപ്പം മറുപക്ഷത്തിന് വർത്താനം എന്താ അറിയോ? അവരെ പുറത്താക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കുക? സമസ്തക്കാരോട് നമ്മൾ എന്താ പറയാ? പിന്നെ നമ്മളും സമസ്ത ഒന്നായില്ലേ? KNM യോഗത്തിൽ നടന്ന ചർച്ചാ വിഷയമാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഏത് നിലയിൽ നോക്കുകയാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വിജയമാണുള്ളത്. ഖാദിയാനിസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനനുബന്ധമായിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ പറയാം, എന്നിട്ട് ഖാദിയാനിസത്തിലേക്ക് കടക്കാം.
നമുക്കെല്ലാവർക്കും വളരെ വളരെ ചുരുക്കിയാൻ പറഞ്ഞ ഖാദിയാനിസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ ചുരുങ്ങിയ ഒരു ലൈൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയെക്കുറിച്ച് നമുക്കറിയാം. ഇസ്ഹാഖ് നബിയും ഇസ്മായിൽ നബിയുമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ രണ്ട് സന്താനങ്ങൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലശേഷം പിന്നീടുണ്ടായ എല്ലാ പ്രവാചകന്മാരും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിലാണ്. ഫുള്ള് ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, യൂസുഫ് നബി, ദാവൂദ്, സുലൈമാൻ, അയ്യൂബ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു പ്രവാചകനും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിൽ പറക്കാത്തതായിട്ടില്ല. 5000 കൊല്ലത്തിൻ്റെ ചരിത്രമാണത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പര ഹിജാസിൻ്റെ ഒരു മൂലയിൽ ഇങ്ങനെ ബിംബുണ്ടാക്കാനും അറിയില്ല, ലാത്ത വിസ എന്നൊക്കെ പറഞ്ഞിട്ട് കല്ലുകൊണ്ട് വെറുതെ കുത്തി ഉണ്ടാക്കണ ഒരു സൈസ് ഏറനാടൻ കലകളുമായിട്ട് നീങ്ങണ ഒരു കൂട്ടരും, വളരെ അവശരായ വളരെ പാവപ്പെട്ടതായ ഒരു ജനവിഭാഗം. അതിന് നബിയില്ല, ഔലിയില്ല, ഒന്നുമില്ല. എന്നാൽ കലാഭംഗിയുണ്ടോ? അതില്ല. സാഹിത്യം മാത്രമുണ്ടോ? എനിക്ക് വേറൊന്നുമില്ല. അങ്ങനെ പിന്നോക്കമായി കരുതിയിരുന്നൊരു ജനവിഭാഗം, വളരെ പിന്നോക്കമായി കരുതിയിരുന്ന ജനവിഭാഗം. ആ ജനവിഭാഗത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറക്കുന്നത്. നോക്കണം, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറക്കുന്നത്. ബാക്കിയുള്ള രാജാക്കന്മാരടക്കം ദാവൂദ് നബി ആകട്ടെ, സുലൈമാൻ നബി ആകട്ടെ, ഇങ്ങോട്ട് തുടങ്ങിയ സകലമാന രാജാക്കന്മാരും ഒക്കെ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ പേരക്കുട്ടിയാണ്. സ്വാഭാവികമായും ഇവർക്ക് മുസ്ലിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വിദ്വേഷം വന്നു. സ്വാഭാവികമാണ്. എളാപ്പി മൂത്താപ്പാൻ്റെ മക്കൾ തമ്മിൽ തർക്കിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു കൂട്ടർ മികക്കുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായൊരു ഇതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മദീനയിൽ ചേക്കേറിയ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. മദീനയിൽ ചേക്കേറിയ ബനി ഖുറൈള, ബനി നളീർ, ബനി ഖൈനുഖാ തുടങ്ങിയ യഹൂദി ഗോത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിൻ്റെ 300 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൽ നിന്ന് നാട് കടത്തിയ എന്ന് പറഞ്ഞാൽ ഫലസ്തീനിൽ നിന്ന് നാട് കടത്തിയവരാണ്. അവർ വിപ്രവാസികളായി ലോകത്ത് മുഴുക്കെ നടന്നപ്പോൾ പിന്നെ ഒരു രക്ഷയില്ലാതായി. അവസാനം അവരെന്താ പറഞ്ഞറിയോ? ഞങ്ങളൊരു പ്രവാചകൻ വരാൻ പോകുന്നുണ്ട്, പോവുകയാണ്. റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് മദീനയിൽ ആര് വന്നിരിക്കുന്നത്? ബനി ഖുറൈളയും ബനി ഖൈനുഖാവും ബനു നളീറും. അതാണല്ലോ വലമ്മാ ജാഅഹും മാ അറഫു കഫറു ബിഹി ഫലഅനത്തുല്ലാഹ്. അവരറിഞ്ഞ കാര്യമായിരുന്നു റസൂലുള്ളാഹ്. ഓരോ യുദ്ധങ്ങൾ വരുമ്പോഴും റസൂലുള്ളാഹി എന്താ പറയുക? ഞങ്ങൾ ആ പ്രവാചകന്റെ കൂടെ കൂടിയിട്ട് നഖ്തുലുക്കും ഖത്ല ആദിൻ വഇറം, ആദിനെ ഇറമിനും കൊല്ലണ മാതിരി നമ്മൾ നിങ്ങളെയും കൊല്ലുന്ന. ഇത് കേട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഔസും ഹസറജും ഇവർ പറയണ്ടല്ലോ എങ്ങനെ ഒരു നബി വരാനിരിക്കുന്നുണ്ട്, അപ്പം നമ്മളെ പിപ്പിരിയാക്കുന്നല്ലേ പറയണത്, എന്നാൽ നമ്മളതിന് മുമ്പന്നെ പോയി മുസ്ലിം ആകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് 1ഉം 2ഉം നിവേദക സംഘങ്ങൾ മക്കയിലേക്ക് വരുന്നത്. അപ്പൊ സ്വാഭാവികമായും ഒരു പക യഹൂദികൾക്ക് മുസ്ലിങ്ങളോട് കടന്നുകൂടി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേജോവധം ചെയ്യുന്നതിലാണ് തുടക്കം കുറിച്ചത്. ഒരു നിലക്കും പറ്റാതെയായപ്പോൾ പിന്നെ പല ഭാഗങ്ങളിലും പലതരം കുഴപ്പങ്ങളുണ്ടായി. ആ ഒരു ഒന്നാമത്തെ കുഴപ്പമായിരുന്നു യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ വധത്തിൽ അവസാനിച്ച കുഴപ്പം. അതിലും യഹൂദികളുടെ ചെറിയ പങ്കുണ്ട്. അത് കഴിഞ്ഞിട്ടും ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. മുസ്ലിം സമൂഹത്തിൽ ശൈഥില്യം ഉണ്ടാക്കണം. അതിന് എന്താ വേണ്ടത്? ഇവരെ 2 ചേരിയാക്കണം. അതിനാണ് അബ്ദുല്ലാഹ് ഇബ്നു സബ ഒരു പുതിയ കുപ്പായ കെട്ട് നല്ലൊരാളായി വന്ന് മുസ്ലിങ്ങളെ 2ആക്കി, ഷിയ സുന്നി ഇങ്ങനെ 2ആക്കി മാറ്റി. ഷിയകളുടെയും സുന്നികളുടെയും പരസ്പര വൈരാഗ്യം അതതിൻ്റെ പരമാവധിയിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഇറാന്, ഇറാഖ് തുടങ്ങിയ രാഷ്ട്രങ്ങളിലൊക്കെ ഷിയാക്കളും സുന്നികളും നൂറ്റാണ്ടുകളായി പടപൊരുതിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? ഒരു കാലഘട്ടത്ത് അമവിയാക്കൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ അഹ്ലു ബൈത്തിനോട് കാണിച്ച നിഷ്ഠൂരമായ ക്രൂരകൃത്യങ്ങൾ, അതുപോലെ ഗർബലയിൽ അരങ്ങേറിയ ദാരുണ സംഭവങ്ങൾ, ഇതൊക്കെ എടുത്ത് ഉദ്ധരിച്ച് അത് പർവ്വതീകരിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അവരാണ് ഇതിൻ്റെ ആളുകൾ. ഈ പറഞ്ഞ
യഹൂദികളുടെ തന്ത്രപരമായി മുസ്ലിങ്ങളെ രണ്ടാക്കാൻ കഴിഞ്ഞു. ആ ഒരു ഘട്ടമെത്തിയപ്പോഴേക്ക് യഹൂദികളുടെ കൂടെ, യഹൂദികൾ വിപ്രവാസികളാണ്, യൂറോപ്പിലൊന്നും ഒരു സ്ഥാനം അവർക്കില്ല, പക്ഷേ മുസ്ലിങ്ങളെ എതിർക്കുന്ന കാര്യത്തിൽ ഈ രണ്ട് ശക്തികളും ഒന്നിച്ചു. അങ്ങനെ ആ രണ്ട് ശക്തികളും ഒന്നിച്ചുകൊണ്ട് എന്താ ചെയ്തതെന്ന് അറിയോ? അബ്ബാസിയ ഭരണം ഇവിടുന്ന് തകർക്കണം. അബ്ബാസിയ ഭരണം തകർക്കാൻ കാരണക്കാരൻ താർത്താറികളാണെങ്കിലും അതിനുള്ള പ്രചോദനങ്ങളിൽ ഇവരൊക്കെ ഉണ്ട്. പക്ഷേ അബ്ബാസിയ ഭരണം തകർത്തത് കൊണ്ടും ഇവർക്ക് വിജയം കിട്ടിയില്ല. അപ്പോഴേക്കതാ കോൺസ്റ്റന്റിനോപ്പിൾ ആസ്ഥാനമായ ഉസ്മാനിയ സാമ്രാജ്യം വരുന്നു. വലിയ ലോകത്തിൻ്റെ ഒരു അതിശയമാണ്. എന്ന് പറഞ്ഞാൽ അബ്ബാസികളാണ് ലോകത്ത് ഭരിച്ചത്. നമ്മുടെ മുസ്ലിം കൺട്രീസ് മുഴുവനും, ഈ GCC കൺട്രീസ് മുഴുവൻ, ഈജിപ്ത് അടക്കമുള്ള GCCയുടെ പുറത്തുള്ള രാജ്യങ്ങളൊക്കെ അബ്ബാസിയാക്കളുടെ ഭരണത്തിലാണ്. അതിനിടയിലാണ് കുരിശ് യുദ്ധം നടക്കുന്നത്. 10-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ നടക്കുന്ന ഈ കുരിശ് യുദ്ധം, ഈ കുരിശ് യുദ്ധത്തിൽ ഈ ഇരുവിഭാഗത്തിനും ക്രിസ്തീയർക്ക് കനത്ത പരാജയം ഉണ്ടായി. പക്ഷെ ആ പരാജയത്തിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് കോൺസ്റ്റന്റിനോപ്പിൾ ആസ്ഥാനമായി കണ്ട് ഉസ്മാനികൾ രംഗത്ത് വരുന്നത്. ഇനി എന്താ അവരെ തകർക്കാനുള്ള മാർഗം? ഇനി ഇവരുടെ തകർക്കാനുള്ള മാർഗം ശൈഥില്യങ്ങൾ ഇട്ടുകൊടുക്കുക. അതിനെന്താ മാർഗം? അതിനവരാദ്യമായി ആസൂത്രണം ചെയ്തുണ്ടാക്കിയത് ഇറാനിൽ പോയിട്ട്, ഇറാനിൽ മീർസ അലിയുൽ മാസിന്തറാനി എന്ന് പറഞ്ഞിട്ട് ചങ്ങായിനെ പിടിച്ചു. ഈ മീർസ അലിയുൽ മാസിന്തറാനി എന്താ വാദിച്ചത് അറിയോ? ബാബ് മതം, കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ടാവും, +1 ബുക്ക് ബാബ് മതവും ബഹായി മതവും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബാബ് മതം ഉണ്ടാക്കി. എന്താ ബാബ് മതത്തിൻ്റെ ആശയം എന്നറിയോ? ഞാൻ മഹ്ദിയിലേക്കുള്ള ഒരു ഗേറ്റ് വേ, ഒരു കവാടമാണ്, മഹ്ദിയിലേക്കുള്ള ഒരു കവാടമാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മീർസ അലിയുൽ മാസിന്തറാനി ഇറാനിലും ഇസ്ഫഹാനിലും ബൂഷഹറിലും അതുപോലെ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ വന്ന് അങ്ങനെ ഈ ബാബ് മതത്തിൻ്റെ ആളുകളും അന്നത്തെ അവിടുത്തെ ഷിയാക്കളും സുന്നികളൊക്കെ ഉണ്ടായിരിക്കാം, അവരും തമ്മിൽ ഘോരമായ സംഘടന നടന്നു. സഞ്ചാൻ, കുട്ടികൾക്ക് കിതാബാദാള സഞ്ചാൻ മാത്രമല്ല, ആ സഞ്ചാനിലാണ് ഈ ബാബു മതക്കാരുമായി ഏറ്റവും വലിയ സംഘടന ഉണ്ടായത്. ഈ ബാബു മതക്കാരൻ എന്താ ആദ്യമായിട്ട് പറഞ്ഞതെന്നറിയോ? ഞാൻ മഹ്ദിയിലേക്കുള്ള ഒരു എൻട്രൻസാണ്. ബാബു പറഞ്ഞാൽ അതാണ് കവാടമാണ്. പിന്നെ പറഞ്ഞു ഞാൻ മഹ്ദിയിലേക്കുള്ള കവാടല്ല, മഹ്ദി തന്നെയാണ്. അവിടെ നിന്ന് അത് ഒരുപാട് ആളുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇറാനിലും ഇറാഖിലും ധാരാളം ആളുകൾ ഈ ബാബു മതക്കാരായിട്ടുണ്ടായിരുന്നു. രണ്ടാമത് അതിൽ നിന്നും ഒരു പടി കൂടി കടന്നുകൊണ്ട് മീർസ ഹുസൈൻ ബഹാവുല്ല, ഈ ബഹാവുല്ല എന്ന് പറയുന്ന ഒരാൾ രംഗത്ത് വന്നു. ഈ ബഹാവുല്ല എന്ന് പറഞ്ഞ ആൾ രംഗത്ത് വന്നിട്ട് എന്താ ചെയ്യണമെന്നറിയോ? ഈ ബാബിൻ്റെ പൂർത്തീകരണം അത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ മതത്തിന് അയാൾ രൂപം നൽകി. ആ രൂപം നൽകിയ മതത്തിൽ ആളുകൾ ആകൃഷ്ടരായി. ആ മതത്തിൻ്റെ സൗകര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ആർക്കും അതിൽ ചേരാം. നമ്മളെ ചില കള്ളത്തെരീക്കത്തൊക്കെ ഉണ്ടല്ലോ, പെണ്ണുങ്ങളെ ഷെയ്ക്കാൻ്റെ ചെയ്യുന്ന ചില തെരീക്കത്തൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എന്നതുപോലെ ആർക്കും അതിൽ ചേരാം. അതിൽ ഏറ്റവും നല്ലൊരു വനിത ഉണ്ടായിരുന്നു, നല്ല സുന്ദരിയായിരുന്നു, ഖുറത്തുൽ ഐൻ എന്നാണ് അവളെ പേര്. ഈ ഖുറത്തുൽ ഐൻ എന്ന് പറഞ്ഞ പെണ്ണ് ഇറാനിലെ ഈ ബഹായികളുടെ ഒരു സമ്മേളനത്തിൻ്റെ കവാടത്തിൽ അർദ്ധനഗ്നിയായും കൊണ്ട് പറയുകയുണ്ടായി, ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഹിയ ഇല്ലാ സഹറത്തുൽ ഹയാത്തു ദുനിയ, ഭൗതിക ജീവിതത്തിൻ്റെ ഒരു സുഖഭോഗമാണ്, അതിലൊരു പുഷ്പമാണ്. അതുകൊണ്ട് വലാ യംബഗി അൻ യുഹദ്ദ ശാമുഹ ബിൽ കമ്മി വലാ ബിൽ കൈഫ്, അതുകൊണ്ട് ഒരു കുസുമത്തെ വാസനിച്ചതിന് എന്തിനു വേണം ഹദ്ദടിക്കാൻ? അങ്ങനത്തെ ഹദ്ദ് നിയമങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഖുറത്തുൽ ഐനെ കടന്നു ചെല്ലുന്നവരൊക്കെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തൊരു സമ്മേളനം നടത്തിയത്. അതാണ് ബഹായികൾ. അപ്പം ബഹായികൾ എന്ന് പറഞ്ഞാൽ അത് ബഹായിമിൻ്റെ ഒരു അടുത്ത പദ. പക്ഷേ അവരെന്താന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാമിൻ്റെ ആരാധനാദി കർമ്മങ്ങളിലൊന്നും അത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. എന്തിനധികം പറയുന്നു? ഡൽഹി, നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി. ആ ഡൽഹി സന്ദർശിക്കുമ്പോൾ ടൂർ ഐഡിനറിയുടെ കൂട്ടത്തിൽ ഇങ്ങനെ കാണാം ലോട്ടസ് ടെമ്പിൾ എന്ന് കാണും ടൂർ ഐഡിനറിയിൽ. എന്നിട്ട് ഇങ്ങനെ എവിടെ ലോട്ടസ് ടെമ്പിൾ എന്ന താമരക്ഷേത്രം എന്നാണ്, താമരയുടെ രൂപത്തിലുള്ള അതാ. അതിൽ പോയാൽ എന്താന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൈലൻറ്റ്, മിണ്ടാണ്ടിരിക്കണം
എന്താ? ആരാധനയാണ്. ധ്യാനാദി കർമ്മമാണ് ആരാധന. മതൊന്നും വലിയ വിഷയമല്ല എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ബഹായികൾ. പക്ഷെ ഈ ബഹായികളെ കൊണ്ടും ശത്രുക്കൾക്ക് വലിയ കാര്യം കിട്ടിയില്ല. ബഹായികൾ ഇന്ന് ലോകത്തുണ്ട്. അതിൽ മുസ്ലിംസ് ചെറിയൊരു ശതമാനമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ബഹായികൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം ഹിന്ദുക്കളും അതുപോലെ ക്രിസ്ത്യാനികളുമാണ്. അപ്പം ആ ഉദ്ദേശ കാര്യം അതുകൊണ്ടും യൂറോപ്യന്മാർക്ക് നേടാൻ കഴിഞ്ഞില്ല. പിന്നെ അവരിങ്ങനെ ആലോചിച്ചു, എന്താണ് ഇപ്പോൾ ഒരു ഫിത്ന ഉണ്ടാക്കാൻ പറ്റിയത്? അതിൻ്റെ പുറത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണശൂനരാണ്. ഏത് നിലയിൽ? വൈദേശികാധിപത്യത്തിന് പടപൊരുതുക എന്നത് മുസ്ലിങ്ങളുടെ ഒരു ധർമ്മശാസ്ത്രമാണ്. വൈദേശികൾക്കെതിരെ പടപൊരുതേണ്ടതുണ്ട്. ആ ചരിത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൻ്റെ ചരിത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2 നൂറ്റാണ്ടുകൾ ഉണ്ടായത്. 1750 ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിലായും കൊണ്ട് വന്ന ബ്രിട്ടീഷുകാർ 1856 ആയപ്പോഴേക്ക് മുഗൾ രാജാക്കളിലെ അവസാന രാജാവായ ബഹദൂർ ഷെയർ റങ്കൂണിലേക്ക് നാട് കടത്തിയതോടുകൂടെ ഇവിടത്തെ ആ മുസ്ലിം ഭരണം അവസാനിക്കുകയും പിന്നീട് ക്രിസ്ത്യാനികളുടെ യൂറോപ്യന്മാരുടെ ഭരണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ 1856 അതിനെ തുടർന്നുമൊക്കെ ഇവിടെ നടക്കുന്നത് എന്താ? ഒരു കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ കറുത്ത അധ്യായമായ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഫസ്റ്റ് പണ്ഡിതന്മാരുടെ ഷെയർ അതിലായിരുന്നു. രണ്ടാമത്തെ ഊഴമാണ് കേരളത്തിൻ്റെത് വരുന്നത്. 1856 പഞ്ചാബിലെയും അതുപോലെ ഉത്തരേന്ത്യയിലെയും പ്രദേശങ്ങളിലുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലായും കൊണ്ട് ജാഫർ താനേശ്വരി, ഫതുലുള്ള ഹൈദരാബാദി തുടങ്ങിയ മഹാന്മാർ അവരെ അവസാനം എന്താ ചെയ്ത? ബ്രിട്ടീഷുകാർ നാട് കടത്തി. അങ്ങനെയാണ് ജാഫർ താനേശ്വരിയൊക്കെ അന്തമാനിലെത്തുന്നത്. അന്തമാനിൽ അദ്ദേഹം 1856 18 കൊല്ലക്കാലം അവിടെ താമസിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു ജയിൽ ബന്ദിയെ കെട്ടി, അതിൽ കുറേ കുട്ടികളുണ്ടായി. അവരെല്ലാം കൂടി കൂട്ടിയിട്ട് താനേശ്വറിലേക്ക് പോയ ചരിത്രമാണ് കാലാപാനി എന്ന ആ ഉറുദു പുസ്തകം അദ്ദേഹം എഴുതിയതാണ്. ഇവരൊക്കെ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന്? ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയതിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിലേക്കും നാട് കിടക്കേണ്ടതായിരുന്നു. കേരളത്തിലും അതിൻ്റെ അലയൊടികളുണ്ട്. 921 അല്ല, 921 മുമ്പ് തന്നെ നമ്മുടെ ഏറനാടൻ പ്രദേശങ്ങളിൽ പല ഭാഗങ്ങളിലും സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ആയപ്പോൾ ബ്രിട്ടീഷുകാർ ആലോചിച്ചു, ഇസ്ലാമിൽ അങ്ങനെ ഒരു യുദ്ധമില്ലാന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടണം. അങ്ങനെ പരതി നടക്കുന്ന സമയത്താണ് പഞ്ചാബിൽ ഗുർദാസ്പൂർ ജില്ലയിൽ ഖാദിയാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാളുണ്ട്, മീർസ ഗുലാം അഹമ്മദ് എന്ന മൂപ്പര പേര്. മൂപ്പര അങ്ങോട്ട് പിടിച്ചു. 1839 അയാളുടെ ജനനം. അപ്പൊ ഇയാളുടെ സവിശേഷത എന്താണെന്ന് പറഞ്ഞാൽ, ഇയാളെ പ്രപിതാമഹന്മാർ, ഇയാളെ ബല്യാപ്പാരൊക്കെ വലിയ ജമ്മിമാരായിരുന്നു, വലിയ ജമീന്ദാർമാരായിരുന്നു. ശരിക്കും തൈമൂറി വർഗത്തിൽപ്പെട്ട സമർക്കന്ദിൽ നിന്ന് കുടിയേറിയതാ. സമർക്കന്ദിൽ നിന്ന് ധാരാളം ആളുകൾ ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ട്. സമർക്കന്ദിൽ നിന്നും ഇസ്ഫഹാനിൽ, അതുപോലെ തന്നെ ഈ സമർക്കന്ദിൻ്റെ ഉൾപ്രദേശങ്ങളിൽ നിന്നൊക്കെ കുടിയേറിയ ഫർഗാനയിൽ നിന്നൊക്കെ കുടിയേറിയതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുഗളന്മാർ തന്നെ. ബാബറിൻ്റെ നാട് ഉസ്ബെക്കിസ്ഥാനിലാണ്. അങ്ങനെ ആ കുടിയേറ്റത്തിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ കുടിയേറി. അപ്പോൾ അവർക്ക് ധാരാളം ഭൂമികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം ഇവർ ബ്രിട്ടീഷ് വിരോധികളായി അവർക്ക് പടപൊരുതിയതിൻ്റെ പേര് ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു. മീർഖാന്റെ വാപ്പാക്കന്നെ ഇതൊന്നും എങ്ങനെയും തിരിച്ചു കിട്ടണമെന്നുണ്ട്. അപ്പൊ ബ്രിട്ടീഷുകാരോടൊരു സമന്വയത്തിന്റെ പാത സ്വീകരിച്ചുകൊണ്ടാണ് പിന്നീടുള്ള നീക്കമുണ്ടായത്. അതിലാണ് ഇയാൾ ഫത്വ കൊടുത്തു, ആദ്യമായിട്ട് യുദ്ധം ഹറാമാണ്, ബ്രിട്ടീഷുകാർക്ക് കിട്ടേണ്ടത് അതിനെ. അവസാനം ഇന്ത്യ ഒരു പുതിയ മതത്തിന്റെ ആ പ്രതീക്ഷയിലാണ്. ഇതിന്റെ ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നു കൂടിയുണ്ട്. ഇവരുടെ കുടില തന്ത്രത്തിന്റെ ഒരു ഭാഗം എന്ന നിലയ്ക്ക് ഇതിന് മുമ്പൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ആ പരീക്ഷണം എന്താന്ന് പറഞ്ഞാൽ, അക്ബറിനെ പിടിച്ചിട്ട് ഒരു പുതിയ ദീനുണ്ടാക്കി. ദീനെ ഇലാഹി എന്ന് പേരിട്ടു. ഡൽഹിയിൽ ഫത്തേഹ്പൂർ സീക്കിരി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഫോർട്ടുണ്ട്. ആ ഫോർട്ടിൽ ചെന്നാൽ കാണാം 4 മതസ്ഥർക്കും ഒന്നിച്ചിരുന്ന് ആരാധിക്കാനുള്ള ഒരു മണ്ഡപം. അത് അക്ബർ ഉണ്ടാക്കിയതാ. അപ്പോ അതും വിജയം കണ്ടില്ല. അതെന്താന്ന് പറയാ, രാജാവാ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണാധികാരി, ഇന്ത്യ മാത്രമല്ല പാകിസ്ഥാൻ ഇൻക്ലൂഡായ ഇന്ത്യയാണ്. അത് വിജയം കണ്ടില്ല. അത് സനാഉള്ള, അതുപോലെ നമ്മളുടെ അഹമ്മദ് സർഹിന്ദ് പോലുള്ള മഹാന്മാരുടെ ആ ശക്തമായ ഇടപെടലുകൾ അതൊന്നും ഇല്ലാതായി.
ഇനിയിപ്പോൾ എന്താ അത് പൊളിക്കണം? അപ്പോഴാണ് ഇയാളെ കിട്ടുന്നത്. ഇയാൾ 1839 ജനിച്ച ഇയാൾക്ക് ജനിക്കുമ്പോൾ തന്നെ എന്തുണ്ടെന്ന് പറയുക, ഔലിയാകാനുള്ള പൂതിയുണ്ട്. അതിന് ഇപ്പോഴത്തെ ഭാഷയിൽ പറയാം ഹിസ്റ്റീരിയാണ്. ഈ ഹിസ്റ്റീരിയ രോഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തോന്നും എനിക്ക്, ഞാനിപ്പോൾ അങ്ങനെ ഒരാളെ ഇരിക്കണു, എനിക്കിപ്പോൾ ഇങ്ങനെ എന്തോ തോന്നുന്നുണ്ട്. ചില കുട്ടികൾക്കൊക്കെ ഉണ്ടാവും ഹിസ്റ്റീരിയ രോഗം. അല്ലെങ്കിൽ എനിക്കൊരു ഔലിയാകണം. അതിനിപ്പോൾ ഞാൻ എന്താ മാർഗം? ഔലിയാകാനുള്ള മാർഗ്ഗം ഇപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു പച്ച മുണ്ട് വേണം, വലിയൊരു തസ്ബീമാല വേണം, ഇങ്ങനെ മുണ്ടാണെങ്കിൽ ഇരിക്കണം, പിന്നെ എന്തെങ്കിലുമൊക്കെ നട്ടാന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഇൽഹാമയിന് വേണം, പിന്നെന്തും വേണം, കുറേ കറാമത്തുകളൊക്കെ വേണം. അപ്പം ഇയാൾ അതിനുള്ള എല്ലാ തന്ത്രങ്ങളും ഇങ്ങനെ ആവിഷ്കരിച്ചു. അപ്പോൾ ആദ്യമായി ഇയാൾ ചെയ്ത കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, ഭൗതികമായി അക്കാലഘട്ടത്തിൽ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ നേടിയാളാണ്. ആദ്യം ഇയാൾ പറയാൻ തുടങ്ങി എനിക്ക് ഇൽഹാം വരുന്നുണ്ട്. അപ്പം ആ കാലഘട്ടത്തിലാവട്ടെ 1870-ൻ്റെയും 80-ൻ്റെ ഇടകളിലാണ് ആദ്യമായിട്ട് പറയുന്ന എന്താ അറിയോ, എനിക്ക് ഇൽഹാം ഉണ്ട് എന്നാ. അപ്പം എൻ്റെ വാപ്പ മരിക്കും, എനിക്ക് ഇൽഹാം കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതോടൊപ്പം തന്നെ അയാൾ നല്ലൊരു എഴുത്തുകാരനാണ്. അപ്പം ഈ കാലഘട്ടത്തിൻ്റെ ഇടയിൽ അദ്ദേഹം ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ചില പുസ്തകങ്ങളും ഇസാലത്തുൽ ലൗഹാം അതുപോലെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഇയാൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ പുസ്തകങ്ങളൊക്കെ നോക്കിയപ്പോൾ ആ കാലഘട്ടത്തിലെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, കടക്കട്ടെ തിരക്കട്ടെ, ഒരു പുതിയ ഔലിയപ്പാപ്പാന്ന് വിചാരിക്കുക. അങ്ങനെ ഈ ആദ്യ കാലഘട്ടം ഒരു 10 കൊല്ലക്കാലം അന്ന് അവിടെയുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിന് അത്രത്തോളം എതിർത്തില്ല. അത് മാത്രമല്ല, ചില മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ ലാഹോറിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചു നടന്നു. ഈ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ ഇയാളുടെ വിഷയം വളരെ ഉഷാറായിപ്പോയി. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഇയാളിപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിലും സാരമില്ല, അതിപ്പോൾ തൽക്കാലം നമുക്ക് അയാളെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് ശക്തമായ എതിർപ്പ് 1880 വരെ ശക്തമായി ഉണ്ടായില്ല. 82 ഇയാൾ അവിടുന്ന് ഒരു പടി കൂടി പറഞ്ഞ്, ഞാനിപ്പോ ഇൽഹാമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയാണ്. വലിയല്ല ഞാൻ, പിന്നെന്താ, ഞാൻ ഒരു നബിയാണ്. നബി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നബിയല്ല, പിന്നെന്താ, ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദില്ലി നബി, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്തുടർന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വെളിച്ചം എന്നിൽ കടന്നുകൂടിയിരിക്കുകയാണ്. അവതാരം നബിയുടെ ഒരു തരം ദില്ലി നബി, ഒരു നിഴൽ നബി, ഒരു ഛായഫലന നബിയാണ് ഞാൻ. അപ്പം നബിയോട് ഇത്തിബാ ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ഒരു തരം നബിയാണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കയറാൻ തുടങ്ങി. പിന്നെ മാനസികം ഒന്നും കൂടി മൂത്തിട്ട് പറയാൻ തുടങ്ങിയാൽ ദില്ലി നബിയല്ല, ഞാൻ ശരിയായ പ്രവാചകനാണ്. അതിന് തുടക്കം കുറിച്ചത് ഈ അനുയായികളാണ് നേതാക്കന്മാരെ പേപ്പിക്കൽ. ചിലപ്പോൾ നേതാക്കന്മാർക്ക് അത്ര തന്നെ വേണമെന്നൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നടക്കണം അങ്ങനെയാണ്. ചില ആളുകൾ അങ്ങോട്ട് ഔലിയപ്പാപ്പായിട്ട് അവതരിപ്പിക്കും. അപ്പോൾ മൂപ്പനും വിചാരിക്കും ഇത് തിരക്കളിച്ചപ്പോൾ ഞാനൊരു ഔലിയായി അത്യാവശ്യം വരുമാനം കിട്ടും, അപ്പോൾ അതിന് 1-2 കറാമത്തിലൊക്കെ എല്ലാം ഉണ്ടാക്കേണ്ടത് ഇതൊക്കെ കാട്ടിക്കൂടും. അപ്പോൾ എന്നതുപോലെ വെള്ളിയാഴ്ച ജുമയിൽ ഖാദിയാനിൽ വെച്ചുകൊണ്ട് അവിടുത്തെ മോലിയരുടെ പേര് അബ്ദുൽ കരീം എന്നാണ്. ഈ അബ്ദുൽ കരീം മോലിയർ മിമ്പറയിൽ നിന്ന് പറഞ്ഞു, അഷ്ഹദു ഇന്ന ഗുലാം മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാ പറയുന്നത്. ഞാൻ സാക്ഷ്യം വഹിക്കാണ് ഇദ്ദേഹം അള്ളാൻ്റെ റസൂലാണ്. അന്ന് ചെറിയൊരു ഒച്ചപ്പാടൊക്കെ ഉണ്ടായി. പടച്ചോനെ, നബിൻ്റെ ശേഷം ഒരു നബി ഇല്ല എന്നല്ലേ പറയുന്നത്, പിന്നെ എങ്ങനെയാണ് നബിയാകുക? ഒരു ചെറിയ കശപിശൊക്കെ ഉണ്ടായി. രണ്ടാമത്തെ ആയിഷ വീണ്ടും ഇയാൾ പറയുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നിങ്ങൾ നബിയാണ്. അപ്പം ഇയാളെ പിടിച്ചിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ പറയണം. അപ്പം മീർദ പറഞ്ഞു, ഞാൻ അതന്നെയല്ലേ നേരത്തെ കരുതി വെച്ചത്, ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പരീക്ഷതീകാരം ഏതായിരുന്നാലും ആട്ടെ, ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കണു അതന്നെയാണ്, ഞാൻ നബി തന്നെയാണ്. പിന്നെ ഇയാളുടെ രൂപാന്തരത്തിൻ്റെ ചരിത്രങ്ങളായിരുന്നു. നബിയാന്ന് പറയുമ്പോൾ അപ്പം സ്വാഭാവികമായിട്ടും ഒരുപാട് സംഗതികളൊക്കെ ഉണ്ടാവുമല്ലേ. നബിക്ക് ഒരുപാട് മൊയ്ജിസത്തൊക്കെ വേണ്ടേ, ഇനി ഒരു ഔലിയ എന്ന് പറയുകയാണെങ്കിൽ കറാമത്തൊക്കെ വേണ്ടേ. അതിന് മൂപ്പരിങ്ങോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി, ഒരുപാട് കറാമത്തുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ ഈ കറാമത്തൊക്കെ പൊട്ടി. അതാണ് ഏറ്റവും ഉണ്ടായത്. ആദ്യം ഇയാൾ തുടങ്ങിയ എന്താ അറിയോ, ഇയാളൊരു പുസ്തകത്തിൻ്റെ പേരിന് 5ാമേ ആദം എന്നാ. ആദം പാതിരി ആദം അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ഒരു ക്രിസ്ത്യൻ പുരോഹിതനാ പഞ്ചാബിലുള്ള. ഇവൻ 15 ദിവസത്തിൻ്റെ ഇടം മരിക്കും, നരകത്തിലെത്തുന്ന. ഭയങ്കരം പ്രവചനാണല്ലോ, നടക്കണല്ലോ അത്. 14 ദിവസം വരെ കാദിയാനി കുഞ്ഞാടുകൾ കാത്തിരുന്നതാ. പാതിരി ആദം ഇപ്പം മരിക്കാൻ പോവുക. 15 ദിവസത്തിൽ ഇയാൾ മരിച്ചില്ല. പിന്നെ പറഞ്ഞ 15 ദിവസം എന്ന് പറഞ്ഞാൽ 15 മാസമാണ്. അതിനൊക്കെ അയാൾക്ക് ഓരോ ന്യായീകരണങ്ങളുണ്ട്.
15 മാസമാണ്. അങ്ങനെ 15 മാസമായപ്പോഴും അതിൻ്റെ ഇടയിൽ ഒരുപാട് ആളെ കൊല്ലാളെ പലതരം ഏർപ്പാടുകൾ നടത്തി. അതുകൊണ്ടൊന്നും ഇയാൾ കൊല്ലപ്പെട്ടില്ല. അവസാനം പറഞ്ഞു അല്ലാഹു തആല ചിലപ്പോൾ ഈ വഈദുകൾ ലംഘിക്കാറുണ്ട്. അല്ലാഹു ഓനെ കൊല്ലുന്ന അള്ളാഹ് ഒരു വഈദായിട്ട് എനിക്ക് തന്ന ഇൽഹാമ, അത് അള്ളാഹ്ക്ക് ലംഘിക്കണീന് അയച്ചു പോയിട്ടുണ്ട് കാരണം. പിന്നെ അതിനേക്കാൾ രസകരമായത് എന്താന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഭൗതികമായ ആഡംബരാണ്. അപ്പോൾ മൂപ്പർക്ക് ഒരു നല്ലൊരു 17കാരിയായ ഒരു പെൺകുട്ടിനെ കിട്ടണം. ആ പെൺകുട്ടീൻ്റെ പേര് മുഹമ്മദി ബീഗം എന്നാ. അഹമ്മദ് ബേഗിൻ്റെ മകളാണ് മുഹമ്മദി ബീഗം. അഹമ്മദ് ബേഗും മീർസയും തമ്മിൽ ചെറിയൊരു കുടുംബ ബന്ധമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ അഹമ്മദ് ബേഗിൻ്റെ സഹോദരിയുടെ പുത്രിയാണ് മീർസയുടെ മകൻ ഫളിലിൻ്റെ ഭാര്യ. അപ്പോൾ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകളെ എനിക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു തരണം. 17 വയസ്സായ ഒരു പെൺകുട്ടിനെ 50 വയസ്സുള്ള ഡയബറ്റീസ് രോഗമുള്ള വേറെ ഒരുപാട് രോഗമുള്ള ഹിസ്റ്റീരിയ രോഗിയായ ഒരു വയസ്സനെ കൊണ്ട് ആരാ കെട്ടിച്ചു കൊടുക്കുക? അവസാനം ഭീഷണിയുടെ സ്വരമായി. ഈ വിവാഹം കഴിച്ചു തന്നേ പറ്റൂ എന്ന നിലയിൽ വന്നപ്പോൾ ഇദ്ദേഹം എന്തായാലും അത് വേറെ സുൽത്താൻ മുഹമ്മദുമായി കല്യാണം ഉറപ്പിച്ചു. അപ്പൊ അയാൾ അതിലുള്ള ഭീഷണികൾ എന്താണെന്നറിയോ? സുൽത്താൻ അഹമ്മദ് 3 മാസം കൊണ്ട് കൊല ചെയ്യപ്പെടും, അവൾക്ക് വലിയ നാശങ്ങളാണ് വരാൻ പോണത് എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഫലിക്കാതെ കല്യാണം വളരെ ഘോഷമായിട്ട് നടന്നു. അപ്പൊ പിന്നെ ഭീഷണി എന്താന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദ് ബീഗത്തിന്റെ സഹോദരിയുടെ പുത്രി ഇതാ ഏതൊരു ദിവസമാണോ തലാഖ് ചെല്ലപ്പെടുക ആ ദിവസം എൻ്റെ മകൻ ഫളൽ അവളെ തലാഖ് ചെല്ലും. അവളെ തലാഖ് ചെല്ലാൻ ഇവൻ തയ്യാറല്ലെങ്കിൽ അവനും ഞാനും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല, എൻ്റെ മുതലിലോന് യാതൊരു അവകാശം ഉണ്ടാവില്ല എന്നൊക്കെ ഭീഷണിപ്പെടുത്തും. അതും നടന്നില്ല. മകനേറ്റ് തെറ്റിന്നല്ലാതെ നടന്നില്ല. അവസാനം ആളുകളുടെ ഇടയിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായി. അപ്പോൾ അയാൾ പറഞ്ഞെന്താണെന്നറിയോ? ഇവിടുന്ന് കല്യാണം നടന്നിട്ടില്ലെങ്കിലും സ്വർഗത്തുനിന്ന് കല്യാണം നടക്കുന്ന അരിശം തീരാതെ അവസാനം ഉസ്കുൻ അന്തവ സൗജുക്കൽ ജന്ന എന്ന് പറഞ്ഞ ജന്നത്തുണ്ടല്ലോ, ജന്നത്തി ബീഗം. ഈ ജന്നത്തി ബീഗം എന്ന് പറഞ്ഞാൽ സ്വന്തം പെണ്ണ. ഇയാളെ നൽകിയ വ്യാഖ്യാനം എന്താ? ഉസ്കുൻ അന്ത വ സൗജുക്ക, നീയും താമസിക്ക വ സൗജുക്ക, നിന്റെ ഭാര്യയുമായി ജന്ന. ആ ഭാര്യന്റെ പേരാ ജന്ന. ഖുർആന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന കയ്യും കണക്കൂല്ല. അപ്പൊ ആ പെണ്ണിനെ വരെ വേണ്ടാന്ന് വെച്ചു. എന്താ? ഈ പ്രവചനം സാക്ഷാത്കൃതമായി. ഇങ്ങനെ ആയപ്പോ ആളുകൾക്കൊക്കെ വല്ലാത്ത ഒരു മടുപ്പ് തോന്നി. ഇതിപ്പോ എന്താ, കുറെ ആൾക്കാരൊക്കെ മാറി. അതിനേക്കാളും വലിയ വേറെയും ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അക്കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ എതിർത്തിരുന്ന ഒരാളായിരുന്നു സനാഉല്ല അമൃതസരി. ഈ സനാഉല്ല അമൃതസരി ഒരു മുബാഹല നടത്തി. ലോകത്ത് 2 സ്ഥലത്താണ് മുബാഹല ഉണ്ടായിക്കിടത്. ഒന്ന് കൊടിയത്തൂരും മറ്റൊന്ന് പഞ്ചാബിലും. വേറെ എവിടെയും മുബാഹലിന്റെ ചരിത്രം കേട്ടിട്ടില്ല. മുബാഹല നടത്തി. എന്താ മുബാഹല? മൈ തേര ദാമനെ ബർക്കത്ത് പക്കടുക്കോ गिड़गिड़ा के दुआ मांगता हूं, या अल्लाह ये आदमी मुझे जुल्म किया है, सतम किया है, उसका मौत मेरे कब्ल हो, मेरे पहले उसको जिंदा खत्म कर दो എന്ന് പറഞ്ഞാണ്ട് മുബാഹല നടത്തി. 2 ആളും ആമീൻ പറഞ്ഞു. എന്താ പറയണത് അറിയോ? ഞങ്ങളിൽ ആരാണോ അസത്യവാനെങ്കിൽ അവനെ ആദ്യം മരിപ്പിക്കണം. അവൻ ദജ്ജാലാണ്, മോശപ്പെട്ടവനാണ്, വളരെ വൃത്തികെട്ടവനാണ്. ആരാണോ ആദ്യം മരിക്കണേ അവൻ. അങ്ങനെ മുബാഹല നടത്തി, ആമീൻ ചൊല്ലി. പഞ്ചാബിൽ നടന്ന മുബാഹലയാണ്. ആദ്യം മരിച്ചത് അയാൾ പറഞ്ഞ, അയാൾ ശരിക്കും അയാളെ പദം ഉപയോഗിക്കുക ദജ്ജാലാണ്, കദ്ദാബാണ്. അങ്ങനെ എങ്ങാനും ഞാനാണ് ആദ്യം മരിക്കണതെങ്കിൽ ഞാൻ ദജ്ജാലായിരിക്കും, ഞാൻ കദ്ദാബായിരിക്കും എന്ന് പറഞ്ഞ് അയാൾ ആദ്യമായിട്ട് മരിച്ചു. അയാൾ മരിച്ച് പിന്നെയും ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഈ സനാഉല്ല അമൃതസരിയുടെ മരണം ഉണ്ടാകുന്നത്. എന്നിട്ടും ആൾക്കാർ മാറിയില്ല. അതിന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിങ്ങനെ പണ്ടത്തെ കാലത്തൊക്കെ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കും, എന്തൊരു പോയത്തക്കാരാണ് ഇവർ റഹ്മാനെ. ഇതൊക്കെ നേരിട്ട് ഒന്നൊന്നല്ല, കുറേ പറയാൻ സമയമില്ലല്ലോ. നേരിട്ടുള്ള അനുഭവം. ഇയാൾ 101% കള്ളനാണ് എന്നുള്ള തെളിവുകൾ കിട്ടിയിട്ടും
ആൾക്കാർ കുറച്ച് എന്തായാലും ഉണ്ടാവും, ഏതുണ്ടാവുമല്ലോ. ഉമ്മാനെത്താച്ചാൽ 2 പാർട്ടി എന്നുള്ളതൊക്കെ കുറച്ചാൾ എന്തായാലും ഉണ്ടാവുമല്ലോ. നമ്മുടെ നാട്ടിൽ ഇപ്പം അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, സത്യം തിരിഞ്ഞിട്ട് ആള് തിരിഞ്ഞു പോകുകയാണെങ്കിൽ കേശവിവാദത്തിന്റെ പേരിൽ സത്യം തിരിയാത്തവൻ ആരെങ്കിലും ഒന്നിട്ട് ഇങ്ങോട്ട് പോരുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ബോംബെയിലെ ആ വാലന്റെ ആൾമറയിൽ സൂക്ഷിച്ചു വെച്ച കെട്ടുകണക്കിൽ മുടി അബുദാബി വഴി കാരന്തൂരിലെത്തിയാൽ അത് നബിന്റെ മുടിയാവുമെന്ന് വിശ്വസിച്ചൊരു കൗമ് ഇവിടെ നടക്കണില്ലേ? കറാമത്ത് ഇവിടെ ഉണ്ടാക്കിയിട്ട്, കറാമത്ത് ഉണ്ടാക്കിയപ്പോ നല്ലോണം അറിയാം, നെയ്യപ്പം മരത്തിന്റെ മുകളിൽ കെട്ടിത്തൂക്കി, എന്നിട്ട് പറയാണ് ആ മരം കെട്ട് പിടിച്ചു കുളിച്ച് ആ നെയ്യപ്പം വീഴുന്നു. ആ നെയ്യപ്പം കെട്ടിത്തൂക്കി എന്നോട് പറഞ്ഞേക്കണം ഞാനാണ് ആ നെയ്യപ്പം കെട്ടിയാള്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഓൻ നേരിട്ട് പറഞ്ഞതാ, നെയ്യപ്പം കെട്ടിവെച്ച ആള് ഞാനാണ്. എന്നിട്ട് അവരോടെന്നെ കുലിക്കാൻ പറയാണ്. ഇതൊക്കെ കൺമുമ്പിൽ കണ്ടയും മനസ്സിലാക്കിയ മനുഷ്യന്മാർ. ഇവിടെ ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായിക്കൂടെ എത്ര സംഭവങ്ങൾ ഞങ്ങളുടെ ഇല്ലാത്ത കറാമത്ത് അടിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങൾ. മദ്യപിച്ച് മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഇപ്പൊ മൗലൂദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ അതുകൊണ്ട് മീർസാന്റെയും അനുയായികളെ പറ്റിയൊന്നും കൂടുതലൊന്നും പറയണില്ല, നമ്മളെ നാട്ടിൽ നോക്കിയാൽ മതി. ഏതായിരുന്നാലും അങ്ങനെ ഒരു വലിയ സംഭവമാണ് ഉണ്ടായത്. ഇതൊന്നും ഉൾക്കൊള്ളാത്തൊരു കൗമ് യഥാർത്ഥത്തിൽ അങ്ങനെ അവസാനം എന്തായി എന്ന് പറഞ്ഞാൽ ഈ വിഭാഗം ആളുകൾ പല നിലക്കുള്ളതായ തെളിവുകളും പല നിലക്കുള്ളതുണ്ടെങ്കിലും പിന്മാറിയില്ല. അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറഞ്ഞാൽ വളരെ ഉത്ബുദ്ധര നാടാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് 2 ആൾക്കാർ, കുഞ്ഞമ്മദും മെയ്തീൻകുട്ടി, ഓല് 2 ആളും കൂടി പഴയങ്ങാടി, മാട്ടൂല്, പുതിയങ്ങാടി, പഴയങ്ങാടി ആ ഏരിയയിൽപ്പെട്ട 2 ആൾക്കാരാ. ഓല് അങ്ങനെ ഉണ്ടല്ലോ പഞ്ചാബിൽ ഒരാളിറങ്ങിയിട്ട് ഒന്ന് പോയി സത്യാവസ്ഥ മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ ആ മുജാഹിദീങ്ങൾ, ആ ഓല് പറഞ്ഞു കൊടുത്തുണ്ട് കുറച്ചൊക്കെ ശരി, നമുക്കത് വസ്തുനിഷ്ഠമായി പഠിക്കണം. ചില കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമായി പഠിച്ചാൽ അത് നാശായിട്ടാ വരിക. അതല്ലേ ഗസാലിമാൻ പറഞ്ഞത്, അലൈക ബി ഈമാനിൽ അജായിസ്. ശറഉലഖായിദ ഓതി കൊടുത്ത മൂല്യമാര് മരിക്കണക്കാൾ സുന്ദരമായിട്ട് ശറഉലഖായിദ കാണാത്ത വയസ്സത്തിൽ തള്ളാരാ മരിക്കല്. നോക്കങ്ങള് എന്താ ഇതിന്റെ കാരണം? ഗസാലിമാമൻ ഓരോരുത്ത് പറയുന്നുണ്ട്, ഈ പിഴച്ച പ്രസ്ഥാനക്കാരുടെ ആശയങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കണം അത്ര നല്ലതല്ല. കാരണം സൂൽ ഖാത്തിമക്ക് കാരണമാവും. അള്ള കാത്തു രക്ഷിക്കട്ടെ. സൂൽ ഖാത്തിമക്ക് കാരണമാവുന്ന. അപ്പൊ ഈ പിഴച്ച ആശയങ്ങള് അതൊക്കെ ഓല് പറഞ്ഞു കൊടുത്തുകൊണ്ട് കുറച്ച് സത്യം അതൊന്ന് വായിക്കേണ്ടത് തന്നെയാണ്. ഈ ചിന്ത ശരിയല്ല. അതാണ് ഗസാലിമാമൻ അലൈക ബി ഈമാനിൽ അജായി, തള്ളച്ചിമാമാന്റെ ഈമാൻ പിടിച്ചു, അതാണ് എനിക്ക് സലാമത്ത്. ഏതായാലും ഇവർ 2 ആളും കാദിയാൻ്റെ പോയി, കുഞ്ഞമ്മദും മൊയ്തീനും. ഓല് 2 ആളവിടെ പോയി വന്ന് മീർസനെ കണ്ട് മുസാഫയൊക്കെ ചെയ്ത് ബയ്യത്ത് ചെയ്തിട്ട് കാദിയാനി ആയിട്ട് അങ്ങോട്ട് വന്നത്. ഇവിടെ വന്നു ഓല് 2 ആൾ വളരെ പ്രചരണമായി. കുറച്ചേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞമ്മദ് ഒന്നിൽ ഇപ്പം ഈ നമ്മൾ കണ്ടിട്ടില്ലേ, ആദ്യം സുന്നീന്ന് കുറച്ച് വിടും, പിന്നെ മുജാഹിദിലെത്തും, പിന്നെ വേറെ സുന്നത്ത് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയിലെത്തും, പിന്നെ അതിന് അങ്ങേപ്പുറം പോയി എവിടേക്കേ എത്തല എന്നതുപോലെ ഇയാളിങ്ങനെ കുറച്ചേരം ഇങ്ങനെ നിന്നുകൊണ്ട് പറഞ്ഞു ഇത് ശരിയല്ല. ഇയാൾ മസീഹുൽ മൗഊദ് ഒന്നല്ല, ഇയാൾ മസീഹുൽ ദജ്ജാലാണ്. ഈ കുഞ്ഞമ്മദാജി അവസാനം കുഞ്ഞമ്മദാജി ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കി, അഹ്ലുൽ ഖുർആൻ എന്നാ. പഴയങ്ങാടിയിൽ ഒരു പള്ളിയിട്ടേ അഹ്ലുൽ ഖുർആൻ ഇറങ്ങാണ്ട് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയാൾ. അപ്പൊ ഫിത്രത്ത് മൂപ്പരുടെ പ്രധാന വാദം എന്താണെന്ന് അറിയോ? ഫിത്രത്തല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പ്രകൃതിയാ പഠിച്ചേക്കണം, അതുകൊണ്ട് പ്രകൃതിക്ക് മാറ്റം വരുത്താൻ പാടില്ല, അതുകൊണ്ട് ചേലാക്രമം നടത്താൻ പാടില്ല. പഴയങ്ങാടിയിൽ അങ്ങനെ ഇയാളെ അഖീദയിൽ വിശ്വസിച്ച ഒരുപാട് കുടുംബങ്ങൾ പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു. ഒരു കല്യാണം കഴിക്കൂല, മാപ്പിളയാണ് കുഞ്ഞമ്മദാജിന്റെ ദീന, കല്യാണം കഴിക്കാത്ത ഒരു വിഭാഗം ആളുകൾ. പഴയങ്ങാടിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഓലത്തൊക്കെ കഴിച്ചേക്കണം, അതല്ല അന്നത്തെ കാലത്താണ് പറയണത്. അവസാനം ഇപ്പം എന്തായെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി. ഒരു പഴയങ്ങാടിക്കാരനോട് പറഞ്ഞതാ, ഒരു വിവാഹം നടന്നു നോക്കുമ്പോൾ പുതിയാപ്പളന്റെ തലപ്പ് മുറിച്ചിട്ടില്ല. ഇവളാകെ ബേജാറായി, പടച്ചോനെ ഇത് ഹിന്ദുവാണോ എന്ന് വിചാരിച്ചിട്ട്. അവസാനം എന്തായെന്ന് പറഞ്ഞാൽ ഇപ്പൊ തുടങ്ങിക്കൊണ്ടാ പറഞ്ഞത്, ഇപ്പൊ ഓലും കല്യാണം കഴിക്കാൻ തുടങ്ങി. ഇതുവരെ പഴയങ്ങാടിയിൽ ഈ പറഞ്ഞ കുഞ്ഞമ്മദാജിന്റെ അനുയായികൾ കല്യാണം കഴിക്കാറില്ല. അങ്ങനെ അയാൾ അങ്ങനെ പോയി, അയാളെ മസീദ് ദജ്ജാൽ. അപ്പോൾ ഓലും തന്നെ വലിയ ചീത്തൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. രണ്ടാമത് മൊഹീദ്ദീൻ. ഈ മൊഹീദ്ദീൻ എന്താന്ന് പറഞ്ഞാൽ അയാള് ഖാദിയാനിസം നല്ല ഉൾക്കൊള്ളുകയും നല്ല പഠിക്കുകയും, അയാളുടെ മകനായ
ആ അബ്ദുള്ളയാണ് ഈ ഫിത്തന അവിടെയൊക്കെ മിന്നിയിട്ടുള്ളത്. അബ്ദുള്ളയെ ഖാദിയാനി മതം പഠിപ്പിക്കാനായി പഞ്ചാബിലേക്ക് പറഞ്ഞേക്കുകയും അയാൾ പഞ്ചാബിൽ പോയിട്ട് നന്നായിട്ട് പഠിച്ചു വരികയും സുന്ദരമായ അയാൾ എഴുതും ചെയ്തു. ഒരു 10-60 മലയാള പുസ്തകങ്ങൾ ഈ എച്ച് എ അബ്ദുള്ള എന്ന് പറഞ്ഞ പേരിൽ അയാൾക്കുണ്ട്. മോക്ഷാർഹമായ ജമാഅത്ത്, സന്മാർഗദർശിനി, പ്രവാചകത്വം ഖുർആനിൽ. ഈ ജാതി ഇവിടെ മുജാഹിദ് ജമാഅത്തിന്റെ പുസ്തകം വായിച്ചാൽ ഇവന്മാരെ പുസ്തകം വായിക്കരുത്. കാരണം എന്താന്ന് പറഞ്ഞാലേ ഇവന്മാരെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ആശയപരമായി മനുഷ്യനൊരു വല്ലാത്ത ഒരു സംഘർഷത്തിലാക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ ലക്കും ലഗാനും ഇല്ലാത്തവർക്ക് എന്തും പറയാലോ. ഓർക്ക് എന്താ പറ്റണതെന്നാൽ പണ്ടൊരാൾ പറഞ്ഞ മാതിരി ഒരാള് യഥാർത്ഥത്തിൽ പണ്ട് അയാൾക്ക് ഹിസ്റ്റീരിയ ചെയ്യുന്നു. അയാൾക്ക് ഹിസ്റ്റീരിയ രോഗം ബാധിച്ച് അയാളിങ്ങനെ പറഞ്ഞ ഞാൻ ഇബ്രാഹിം നബിയാണ്, ഞാൻ ഇബ്രാഹിം നബിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുന്നത്. ആര് പറഞ്ഞാലും മൂപ്പര് മാറൂല. അപ്പൊ അതിനേക്കാളും വലിയൊരു വിരാന്തം ഉണ്ടായിരുന്നു. ഇയാൾക്ക് എന്താ രോഗം എന്ന് പറഞ്ഞാൽ അള്ളയാണ് എന്നാ. അവസാനം ഇബ്രാഹിം നബിയാണ്, ഇബ്രാഹിം നബി ഇയാളുടെ ലീസ്റ്റ് എടുത്ത് പറഞ്ഞു എൻ്റെ പേരെന്താ, അന്നെ ഞാൻ നബിയായിട്ട് അയച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞോടുകൂടെ അയാളെ വിരാന്ത് മാറിയെന്നാ എന്ന് പറഞ്ഞ മാതിരി ഇവർക്ക് ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ പുസ്തകം വായിച്ചിട്ടും പാടില്ല. അവരെ നമ്മൾ അവഗണിച്ച് തള്ളരേ പറ്റുള്ളൂ. ഇയാളുടെ മോക്ഷാർഹമായ ജമാഅത്തിൽ ഒരിടത്ത് എഴുതിയിരിക്കുകയാണ്, ഇവിടെ ഞങ്ങൾ കാഫിറാണ് എന്ന് ലോക മുസ്ലിങ്ങൾ പ്രഖ്യാപിച്ചു, കേരളത്തിലെ മുസ്ലിങ്ങളും പ്രഖ്യാപിച്ചു. ആരാണ് ഈ പ്രഖ്യാപിച്ചിരിക്കുന്നത്? കേരളത്തിലെ സുന്നികൾ, മുജാഹിദുകൾ, ജമാഅത്തുകൾ എല്ലാവരും കൂടിയിട്ട്. സുന്നികൾ പറയുന്നു, ഒരു എഴുതിയതാ, സുന്നികൾ പറയുന്നു മുജാഹിദ് കാഫിറാണ്, മുജാഹിദ് പറയുന്നു സുന്നികൾ മുശ്രിക്കാണ്. രണ്ടു കൂട്ടർ കൂടി പറയുന്നു ജമാഅത്ത് വേച്ചല. അപ്പോൾ പരസ്പരം കാഫിറാക്കിയ കാഫിറുകളുടെ സംഘം ചേർന്ന് കൊണ്ടാണ് ഞങ്ങൾ കാഫിറാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഇജ്മാ ശരിയല്ല, കാഫിര്യങ്ങളായ ആളുകളുടെ ഇജ്മാ അല്ലേ. അതുകൊണ്ട് മോക്ഷാർഹമായ ജമാഅത്ത് ഞങ്ങളാണ് എന്നാണ്. അങ്ങനെ ഈ എച്ച് എ അബ്ദുള്ള ഒരുപാട് വിഷയങ്ങൾ അറിയും. ഇയാളിലൂടെയാണ് ഇത് ഇവിടെ രംഗത്ത് വരുന്നത്. ഇവിടെ രംഗത്ത് വരുമ്പോൾ 1908 ഇയാൾ മരിച്ചിട്ടുണ്ട്. പക്ഷെ 1920-കൾക്ക് ശേഷമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ അരങ്ങേറ്റം. ഈ പ്രസ്ഥാനത്തിൻ്റെ അരങ്ങേറ്റം വന്നപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ, നേരത്തെ ഞാൻ പറഞ്ഞില്ല അവിടെ സനാവുള്ള അമൃതസരിയും ഒക്കെ അയാളുടെ കാലക്കാരനാണ്. അല്ലാമ ഇഖ്ബാലും കാലക്കാരനാണ്. അല്ലാമ ഇഖ്ബാൽ ഈ മീർസ ഗുലാം അഹമ്മദിനെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയതിന് മറുപടി എഴുതിയത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഭരണതലത്തിലുള്ള അവരുടെ സ്വാധീനം എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയായിരുന്ന ലഫർ അദ്ദേഹം ഖാദിയാനിയായിരുന്നു. അദ്ദേഹം ഖാദിയാനിയായ കാലഘട്ടത്തിൽ പഞ്ചാബിലും അതുപോലെയുള്ള പ്രദേശങ്ങളും അവരുടെ വലിയ സ്വാധീനമായിരുന്നു. അപ്പൊ ഭരണകൂടത്തിന്റെ എല്ലാവിധ ഒത്താശകളും അവർക്ക് ഒരു കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇഖ്ബാൽ അന്നേരം എതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൻവർ ഷാ കശ്മീരി അദ്ദേഹം ഇഖ്ഫാറുൽ മുൽഹിദീൻ, അത്തസ്രീഹ് ബിമാ തവാത്തറ ഫീ നുസൂലിൽ മസീഹ്, മുശ്കിലാത്തുൽ ഖുർആൻ, ഇങ്ങനെ ഖത്മുൻ നുബുവ തുടങ്ങിയതായിരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ മഹാനവറുകൾ എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ ഇതിൻ്റെ ആ 10കളിൽ ഉണ്ടായെങ്കിൽ മാത്രം ശക്തിയല്ല, അതിന് ശക്തമായി ആ രംഗത്തിറങ്ങിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയായിരുന്നു. എന്താണ് അതിൻ്റെ കാരണം? സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യം ബിദഈ പ്രസ്ഥാനങ്ങളെ നേരിടുക മാത്രമല്ല, ഖുറാഫത്തുകളെ നേരിടലും കള്ളത്തരീക്കത്തുകളെ നേരിടലും സമസ്തയുടെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ടാണല്ലോ സമസ്തയുടെ പൂർവ്വകാല പണ്ഡിതന്മാർ അന്ന് ഏതൊരു തെരീക്കത്താണ് കള്ളത്തരീക്കത്തായിട്ട് വന്നിട്ടുള്ളതെങ്കിൽ അതിനെ എതിർത്തിട്ടുണ്ട്. അപ്പൊ കള്ളത്തരീക്കത്തുകളെയും ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചതായ പാർട്ടികളെയും വിമർശിക്കുക, അതിൻ്റെ സത്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നത് ആ സംഘടനയുടെ ഒരു സ്ഥാപിത ലക്ഷ്യമായതിൻ്റെ പേരിൽ ആ 1930-കളുടെ ആ കാലയളവിൽ തന്നെ സമസ്ത ആവശ്യത്തിനനുസരിച്ച് എവിടെ ഉള്ളതെങ്കിൽ അതിനനുസരിച്ച് വിമർശനം നടത്തിക്കൊണ്ടിരുന്നു. നമ്മളുടെ കരുളായി കേരളത്തിൽ ആദ്യമായി ഖാദിയാനിസം രംഗത്ത് വന്നൊരു പ്രദേശമാണ്. അതുപോലെ കൊടിയത്തൂർ, അതുപോലെ ഈ കണ്ണൂർ പുതിയങ്ങാടി, അവിടെ ഖാദിയാനിയുണ്ട്. കാരണം കുഞ്ഞമ്മദ് ഈ മൊയ്തീനും തുടക്കം കുറിച്ചതല്ലേ. എന്തായിരുന്നാലും അവരുടെ പ്രവർത്തനങ്ങൾ നമ്മളൊരു പാഠം പഠിക്കേണ്ടതുണ്ട്. ഇന്ന് മുസ്ലിങ്ങളുടേതായിട്ട് അവകാശപ്പെടുന്ന ഏറ്റവും പഴക്കമുള്ള വാരിക ഇവിടെ ഖാദിയാനികൾ നടത്തുന്നത് സത്യദൂതൻ എന്ന് പറയുന്ന മാസികയാണ് ഇന്ന്
ഒരു 100 കൊല്ലത്തോളം പഴക്കമുള്ള ഒരേ ഒരു മാസിക കേരളത്തിൽ നിന്നിറങ്ങുന്നത്. അപ്പോൾ ഇവർ വിഷലിപ്തമായ ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിലെങ്ങനെ ആളുകൾ പെടുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു മുജാഹിദിൻ്റെ ഒരു ജമാഅത്തെ ഇസ്ലാമിൻ്റെ സമ്മേളനത്തിൽ പോയാൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കുറേ തല തുറന്നിട്ടുള്ള കുറേ മനുഷ്യന്മാരെ കാണും. ഖാദിയാനിയാളെ സമ്മേളനത്തിന് പോയാൽ അങ്ങനെയല്ല, നമ്മളതേമായിട്ടുള്ള ആൾക്കാർ തന്നെ ഒക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ 2-3 ഖാദിയാനി സമ്മേളനത്തിന് പോയിട്ടുണ്ട്. നല്ല തല മറച്ച് നല്ല കാക്കാമാർ. ഞാൻ ഒരു കാക്കാനോട് ചോദിച്ചു, അയാൾ എവിടെ, ഇടത്തനാട്ടുകാർ ആ ഭാഗത്ത് എവിടെയുള്ളത്? അല്ല, നിങ്ങളെന്താ ഖാദിയാനിയാളെ കാരണം? അപ്പോൾ പറഞ്ഞ്, എൻ്റെ ഉസ്താദ് എപ്പോഴും പറയും, എൻ്റെ സംശയത്തിന് മറുപടി വരണമെങ്കിൽ മഹ്ദി ഇമാമ് വരണം. അപ്പം അങ്ങനെ ഒരു മഹ്ദി ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ഞാനാണ് രംഗത്ത് വന്നതാണ്. അപ്പോൾ തനി കാക്കാമാർ നിസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടപ്രാർത്ഥന വരേണ്ട, അതല്ല രസം. മുജാഹിദിനും ജമാഅത്തിനും കൂട്ടപ്രാർത്ഥന ഇല്ല. കോഴിക്കോട് ഞാൻ ഒരു വേഷം മാറിക്കൊണ്ട് പോലെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ദ്വാരക്കണ്, അത് കഴിഞ്ഞിട്ട് പുറത്ത് വന്ന് സാധു വീടി വലിക്കണ്. സാധു വീടി വലിക്കലൊക്കെ നമ്മളെ ലക്ഷണമാണല്ലോ. ചുരുക്കി പറഞ്ഞാൽ, അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആരുമല്ല, നമ്മളെ KK അബ്ദുൽ കരീം സാഹിബ്, നമ്മുടെ ചരിത്രകാരനായ, ഞങ്ങൾ 2 ആൾ കൂടി ഇങ്ങനെ പോയതാണ്. അപ്പോൾ ഇയാൾ അവിടെ എത്തിയേക്കാൻ അവിടെ അനൗൺസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ പത്രസമ്മേളനത്തിൻ്റെ ചരിത്രങ്ങളാണ്, 950 ചരിത്രങ്ങളൊക്കെ അവിടെ പറയുന്നത്. അപ്പോൾ തന്നെ അവർ KK അബ്ദുൽ കരീം സാഹിബ് ഇവിടെ സദസ്സിലുണ്ട് എന്ന് കേട്ടു എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ അപ്പോൾ പിന്നെ അവിടെ നിന്ന് പോന്ന്. അപ്പോൾ ഈ പിന്നെ എന്താ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ അവരുടെ ഈ പത്ര സമ്മേളനം ആരെങ്ങനെയാണ് തുടങ്ങിയ അതിൻ്റെ പ്രാരംഭ കാലഘട്ടങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് കരീം സാഹിബ് പറഞ്ഞു, നിങ്ങൾ നോക്കാണി ഇറ്റങ്ങളെ ചേലും കോലും കണ്ടാൽ മുജാഹിദിന് ജമാഅത്തിൻ്റെ ഒന്നും കോലല്ലല്ലോ ഈറ്റങ്ങൾ തനി സുന്നിയാളെ കോലാണല്ലോ. അയാൾക്ക് ഒരു ഔലിയമ്മൻ പറഞ്ഞു നിർത്തിക്കണമെങ്കിൽ ഒരുപാട് ഔലിയന്മാരുണ്ടല്ലോ, അതിലൊന്നും കൂട്ടിയാൽ മതി. ഇതിപ്പോൾ ഇറ്റകളൊക്കെ കൂടി നരകത്തിലാണെന്ന് ആലോചിക്കാനും വയ്യാന്ന് ഇയാളിനോട് തമാശയായിട്ട് പറഞ്ഞതാ. അപ്പം എന്താ ഉണ്ടായതെന്ന് പറഞ്ഞാൽ, ഈ വിലായത്തമ്മൽ മതിയാക്കാതെ പിന്നെ പോയി അവസാനം എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ മഹ്ദിയാണ്. ഈ മഹ്ദി വലിയൊരു ഇടങ്ങേറ് പിടിച്ച സംഗതിയാണ്. അപ്പം നിങ്ങൾ നോക്കി, ഇപ്പം എന്താ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ IS മേഖല ഏതാണെന്നറിയോ? ഇപ്പോഴത്തെ പുതിയ IS ഉണ്ടല്ലോ, അബൂബക്കർ ബഗ്ദാദി എന്താ പറയണത്? ഞാൻ മഹ്ദിയിലേക്കുള്ള മീർസ അലിയിൽ മാസിന്തറാനി, ഞാൻ ബഹാഉല്ലയിലേക്കുള്ള ഗേറ്റ് വേ ആണ് എന്ന് പറഞ്ഞത് മാതിരി അവർ പറയണെന്താന്ന് പറഞ്ഞാൽ മഹ്ദിയിലേക്കുള്ള തുടക്കമാണ്. അവർ ഏത് ഏരിയയാണ് അവർ പിടിച്ചെടുത്തിരിക്കുന്നത് എന്ന് കൂടി നോക്കണം. ഇറാഖ്, സിറിയ, അതിൻ്റെ ഒരുപാട് പ്രദേശങ്ങൾ, ആ പ്രദേശത്താണ് മഹ്ദി ഇമാമ് വരുമെന്ന് പറയുന്ന ഖുബ്ബത്തുൽ ബൈള. ആ ഖുബ്ബത്തുൽ ബൈള അടങ്ങുന്ന പ്രദേശം ISന്റെ കയ്യിലുള്ളത്. അപ്പോൾ അബൂബക്കർ ബഗ്ദാദി പറഞ്ഞ നമ്മൾ മഹ്ദിയാണ് എന്നാ. ഇതിൻ്റെ മുമ്പ് സൗദിയിൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു വലിയ ഗുലുമാലുണ്ടായി, ഒരു കഹത്താനി സംഘം. എന്താ ഓല് കുറേ ആയുധങ്ങളൊക്കെ ഒടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ സംഭവമാണ്. കഅബാലയത്തിൽ വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഒരുപാട് എണ്ണം മരിച്ച്. ഓല് പറഞ്ഞീനോ എന്താന്ന് പറയാൻ, നമ്മൾ മഹ്ദിയാണ് എന്നാ. ഇതെല്ലാം കൂടി ആയോകുമ്പോൾ ഖത്തർന്ന് പണ്ടൊരു പുസ്തകം ഇറങ്ങി. എന്താ പുസ്തകത്തിലുള്ള അറിയോ? ലാ മഹ്ദിയ യുന്തദർ. നമ്മളൊരു കാര്യം തീരുമാനിക്കാം, അങ്ങനെ ഒരു മഹ്ദി തന്നെ വരാല്ല. ലാ മഹ്ദിയ യുന്തദറു, അങ്ങനെ ഒരു പ്രതീക്ഷിക്കപ്പെടുന്ന മഹ്ദി തന്നെ അല്ല എന്നെ ഖത്തർന്ന് ഒരു പുസ്തകം ഇറങ്ങി. കാളി മഹ്മൂദാണ് അത് എഴുതിയത്. പക്ഷെ അതിന് സൗദിയിൽ നിന്നതിന് മറുപടി വന്നു. അത് പറയാൻ പാടില്ല, ലാ മഹ്ദിയ യുന്തദർ എന്ന് പറയാൻ പാടില്ല. ഖിയാമത്ത് അലാമത്തായും കൊണ്ട് ആ മഹ്ദി ഉണ്ട്, ആ മഹ്ദി ഇവിടെ വരും. ആ മഹ്ദി വരും എന്നതിന് 32 ഹദീസുകൾ. അപ്പം ഈ ലാ മഹ്ദിയ യുന്തദറുൽ എന്താണെന്നാൽ ഈ ഹദീസുകൾ മുഴുവനും ക്രിറ്റിസൈസിക്കുകയാണ്. അത് മുഴുവനും ലഈഫാണ് എന്ന് പറഞ്ഞ് സ്ഥാപിച്ചിരിക്കുകയാണ്. പക്ഷേ ആ ളുൾഫിൻ്റെ കാരണങ്ങൾ എന്താ എന്നെല്ലാം വിലയിരുത്തിയിട്ട് മഹ്ദിയുൽ മുന്തളർ എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകം. അപ്പം ഈ മഹ്ദി എന്നുള്ളത് കാലാകാലം ഒരു പ്രശ്നം. ഈ ഷിയാക്കളും തന്നെ ചില ആളുകളൊക്കെ മഹ്ദി എന്ന പേരിൽ ഇറങ്ങിയ ആളുകളുണ്ട്. അപ്പോൾ മഹ്ദി പ്രശ്നമായപ്പോൾ ഇവരും എന്തായി എന്ന് പറഞ്ഞാൽ നല്ലൊരു മാർഗമാണ് ഇപ്പോൾ മഹ്ദി എന്നാണ് പറഞ്ഞാൽ മതി. അപ്പോൾ മഹ്ദി തന്നെയാണ് ഞാൻ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ പറഞ്ഞു മഹ്ദി. അപ്പോൾ ഈസാ നബിയോ? അതിനൊരു ഹദീസുണ്ട്, ലാ മഹ്ദി ലാ ഈസാ ഇല്ലൽ മഹ്ദി. ഏതോ ഒരു ലൈഫായ ഹദീസ് എടുത്ത് മഹ്ദി ഈസി രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മഹ്ദിയുമാണ് ഈസയുമാണ് എന്ന് പറഞ്ഞാൽ ഈസാ നബിയുടെ എന്തെല്ലാം ഗുണവിശേഷങ്ങളാണുള്ളത് അതൊക്കെ എന്നിലുണ്ട്. മഹ്ദിയുടെ എന്തെല്ലാം ഗുണവിശേഷങ്ങളാണ് അതൊക്കെ എന്നിലുണ്ട്. അപ്പോൾ എന്തൊക്കെയുള്ളത്?
ഈസാ നബി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ പ്രവാചകനല്ല. ഇനി വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളോടാണ് യുദ്ധം ചെയ്യുക. യക്സുർ സലീബ്, കുരിശൊക്കെ പൊട്ടിക്കും. യക്തുൽ ഖിൻസീർ, പന്നിയെ കൊല്ലും. അപ്പം ഇവർ പറയാണ്, ഒരാൾ വന്നിട്ട് ഇങ്ങനെ എത്ര കുരിശാ മൂപ്പര് പൊട്ടിക്കുക, എത്ര പന്നിനെ കൊല്ലുക, അതിൻ്റെ ഒന്നും അർത്ഥം അതല്ല. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുരിശും പന്നിയും ക്രിസ്ത്യാനികളുടെ അടയാളമാണ്. അപ്പം അവരുടെ അടയാളം ഇല്ലാതെയാക്കും, അവരുടെ ഷൗക്കത്തില്ലാതെയാക്കുന്ന ക്രിസ്ത്യാനികൾ സൃഷ്ടിച്ച് വിട്ട ആ മീർജയാണ് പറയുന്നത് ഏത്, ഞാൻ ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്തും. അങ്ങനെ ക്രിസ്ത്യാനികളുടെ പരാജയത്തിലാണ് ഇപ്പം ഈ 5-ാമത്തെ ആദം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയിട്ടുള്ളത്. പക്ഷെ അതിൽ പരാജയപ്പെട്ടു. അപ്പോൾ ഈ ഒരു പുതിയ വാദവുമായി കൊണ്ടാണ് ഇവർ വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇമാം അബൂ ഹനീഫ ഇമാമിൻ്റെ അടുക്കൽ ആരോ വന്നിട്ട് പറഞ്ഞ് ഞാനൊരു പുതിയ പ്രവാചകനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് അതിനുള്ളൊരു സമയം തരണം എൻ്റെ വാദം തെളിയിക്കാൻ. അപ്പോൾ മഹാനായ ഇമാം അബൂ ഹനീഫ പറഞ്ഞാൽ എന്താ അറിയോ, ഇവനോട് വാദം തെളിയിക്കാൻ സമയം ആവശ്യപ്പെടൽ വരെ കുഫ്റാണ് എന്നാ നീ മനസ്സിലാക്കണം. അപ്പോൾ ഇവരോടുള്ള വാദപ്രതിവാദം എന്നാണ് ഒരു കാലത്ത് നമ്മളിന്ന് മാറി നിൽക്കുക. കൊടിയത്തൂരൊരു മുബാഹല നടന്നു. എന്താ, ഇന്ത്യയിലല്ല ലോകത്തന്നെ ഞാൻ പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കാലത്തിന് മുബാഹലക്ക് ക്ഷണിച്ചു. ഖുൽ തആലൂ നദു ആബാനാ വനിസാനാ വനിസാക്കും വൻഫുസനാ വൻഫുസക്കും സുമ്മ നബ്തഹിൽ ഫനജഅൽ ലഅനത്തല്ലാഹി അലൽ കാഫിരീൻ. അങ്ങനെ ഒരു മുബാഹലക്ക് ക്ഷണിച്ചെങ്കിലും കൂടിയിട്ട് വന്നില്ല. രണ്ടാമത്തെ മുബാഹല ലോക ചരിത്രത്തിൽ കേട്ടത് പഞ്ചാബിൽ സനാഉല്ലാ മുർദസിരിയുമായി നടത്തിയ മുബാഹലയാണ്. ആ മുബാഹല ഫലം കൊണ്ടു. ആ മുബാഹലയിൽ ഉണ്ടാകാൻ ഞങ്ങളിൽ അസത്യവാൻ ആരാണോ എങ്കിൽ അവൻ ആദ്യം മരിപ്പിക്കണം. അസത്യവാനായ മീർജയാണ് ആദ്യമായി മരിച്ചത്. പിന്നെ നടന്ന മുബാഹല കൊടിയത്തൂര മുബാഹലയിൽ ഒന്നും ഉണ്ടായില്ല. എന്താ ഒന്നുണ്ടാകാത്ത, ഒരു ഭാഗത്തുള്ളത് അതും അങ്ങനത്തെ ആൾക്കാരാണ്. 2 കൂട്ടർ മുബാഹല നടത്തിയിട്ട് ഒരു അനന്തര പോലെ കാണാത്തൊരു മുബാഹല ഉണ്ടായി. അപ്പോൾ ഈ മുബാഹലകളിലൂടെയൊക്കെ ആളുകൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബിന് അമ നൽകി കഴിഞ്ഞാൽ, സമയം കഴിഞ്ഞ ഇല്ലല്ല എൻ്റെ അടുത്ത് അപ്പം അതുകൊണ്ട് ഈ വാദവുമായി കൊണ്ടാണ് ഇവർ രംഗത്ത് വരുന്നത്. അപ്പം പിന്നെ വേറെ ഒരു ചോദ്യം, അങ്ങനെ ഒരു വാദവുമായിട്ട് വരുമ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വരുന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അതിനാണ് ഇവർ കാര്യമായ സമർത്ഥനം. ഇന്നി മുതവഫീക വറാഫിയുക ഇലയ്യ വജായിലുല്ലദീന തബഉക ഫൗഖല്ലദീന കഫറു എന്ന്. ഇന്നി മുതവഫീക, നമ്മളതിൻ്റെ അർത്ഥം നൽകുന്ന മറ്റൊന്നാണ്, മരിപ്പിക്കുന്നല്ല, പൂർത്തിയാക്കിയെടുക്കുന്ന. അൽ അഖ്ദു വാഫി എന്ന ഇവരെ പറയുന്നത് മരിപ്പിക്കും. എന്നിട്ടോ ഒരു പുസ്തകമുണ്ട്, യേശു ക്രിസ്തു കാശ്മീർ എന്ന പുസ്തകത്തിൻ്റെ പേര്. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മഖ്ബറ കാശ്മീരിലുണ്ട് എന്നാണ് ഇവരിൽ സമർത്ഥിക്കുന്നത്. അപ്പം ഈസാ നബി അലൈഹി സ്വലാമിനെ എങ്ങനെയെങ്കിലും കൊല്ലണം, എന്നെങ്കിലേ ഈസവി ഗുണത്തിലുള്ള ആ ആള് ആയി വരാൻ കഴിയുള്ളൂ. അപ്പം ഇപ്പം ഇവരുടെ വാദം കിടക്കുന്നത് പ്രവാചകൻ എന്ന അത് അവിടെ ഉണ്ടെങ്കിൽ തന്നെ അത് നടക്കാത്തൊരു കാര്യമായതുകൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അവതാരമാണ്. ചിലപ്പോൾ പറയും മൂസാ നബിൻ്റെ അവതാരമാണ്, ചിലപ്പോൾ പറയും ശ്രീകൃഷ്ണൻ്റെ അവതാരമാണ്. ഇത് സംബന്ധമായി അത് നോക്കണം. ഒരുപാട് കള്ള ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓലൊരു കള്ള ഹദീസാണ്, കാനഫിൽ ഹിന്ദ് നബിയുൻ അസ്വദുല്ലൈൻ ഇസ്മുഹു കാഹിന. ഇന്ത്യയിലൊരു പ്രവാചകനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് കണ്ണൻ എന്നായിരുന്നു എന്നാ, ശ്രീകൃഷ്ണൻ. അപ്പോൾ കാദ്യാനികളൊക്കെ ശ്രീകൃഷ്ണൻ അലൈഹി ഇസ്ലാം എന്നാ പറയാം. അപ്പോൾ മറ്റുള്ളവർക്കല്ല ഇഷ്ടമായി, ശ്രീകൃഷ്ണൻ്റെ പേര് അലൈഹി ഇസ്ലാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പറയാൻ കഴിയില്ല. ഇവിടെ പല പുത്തൻ പ്രസ്ഥാനക്കാരും ചിലപ്പോൾ വളരെയധികം ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ട് സ്ഥാപിക്കാറുണ്ട് ഇന്ത്യയിലുള്ള പല ആളുകളും പ്രവാചകന്മാരാണ്. നമ്മളതിനെന്താ പറയുക, തിൽക്കർ റസൂൽ വല്ലന്നാൻ ബഅലഹും അലാ ബഅലി കുല്ലുൻ ആമന ബില്ലാഹി വമലായികതി വകുതുബി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. നമ്മൾ ഒരാളുടെ ഇടയിൽ തഫ്രീഖത്താക്കണില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഖുർആനിൽ പറയപ്പെട്ട 25 പ്രവാചകന്മാരെയാണ് പേരറിഞ്ഞ് വിശ്വസിക്കാൻ നമ്മൾക്ക് നിർബന്ധമായത്. അതിൽ ശ്രീകൃഷ്ണനും അതുപോലെയുള്ള ആളുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇവർ പറയണത് ഇതൊക്കെ അവതാരങ്ങളാണ്,
ഓരോ കാലഘട്ടത്തിലുള്ള ഇന്ത്യ എന്ന് പറഞ്ഞാൽ വിശാലമായ രാഷ്ട്രമാണ്. അവിടെ പ്രവാചകൻ ഉണ്ടായിരിക്കും, ഉണ്ടാവണം, നമ്മളും തന്നെ പറയണത്. പക്ഷെ ഒരാളെ കറക്റ്റായും കൊണ്ട് അയാൾ പ്രവാചകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പ്രവാചകനല്ല എങ്കിലോ നമ്മൾ എന്താണ്, ഒരു പ്രവാചകൻ അല്ലാത്ത ഒരാളെ പ്രവാചകനാക്കി ഭയങ്കരം തെറ്റാണ്. അയാൾ പ്രവാചകനായിട്ട് നമ്മൾ അയാൾ പ്രവാചകനാക്കിയില്ല എന്ന് വിചാരിക്കും, ഒരു പ്രശ്നമില്ല. കാരണം എന്താ, പേരറിഞ്ഞ് നോഹി നബി പ്രവാചകനല്ല എന്നാ പ്രശ്നം, ഇബ്രാഹിം നബി പ്രവാചകനല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം, ഈസാ നബി പ്രവാചകനല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം. കാരണം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ്. അതേ സമയത്ത് അല്ലാഹു തആല ഖുർആനിൽ പറയാത്ത ഈ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രവാചകന്മാരാണ് എന്ന് പറയാൻ പാടില്ല. ഇവിടെ നമ്മളുടെ എതിർ പ്രസ്ഥാനത്തിൽപ്പെട്ട പല ആളുകളും ഇത്തരം ചില വാദഗതികൾ ഉന്നയിക്കാറുണ്ട്. അവരെ ചില പുസ്തകങ്ങളിലും കാണാറുണ്ട്. ഇപ്പോൾ ഭാരതത്തിൻ്റെ അടിയൊഴുക്കുകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ ഇവരെ സംബന്ധിച്ചൊക്കെ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളെ പറ്റിയൊക്കെ നന്നായിട്ട് സമർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഇവരൊക്കെ പ്രവാചകന്മാരാണ് എന്ന ധ്വനി വന്നു ചേരുന്നുണ്ട്. ആയിക്കോട്ടെ, വിരോധമല്ല. വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. പക്ഷേ ശ്രീകൃഷ്ണ നബിയാണ്, ആ ശ്രീകൃഷ്ണൻ്റെ അവതാരമാണ് ഞാൻ എന്നാ. അപ്പം എല്ലാവരുടെയും അവതാരമായി കൊണ്ടിരിക്കുന്ന ഒരാൾ. ചുരുക്കി പറഞ്ഞാൽ മാനസിക രോഗം അതിൻ്റെ പരമോന്നതിയിലെത്തിയൊരു വിഭാഗം. എല്ലാ കാലഘട്ടത്തിലും അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശത്രുക്കളാണ്. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോൾ ഒരു ദർശന ടി വി തുടങ്ങി, അത് ഇപ്പോഴാണ് തുടങ്ങിയത്, എന്നിട്ട് തന്നെ ഇങ്ങനെ നമ്മൾ തട്ടിമുട്ടി പോയിക്കൊണ്ടിരിക്കുക. ഈ ദർശനമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ചാണ്, വളരെ ന്യൂനപക്ഷമായൊരു വിഭാഗം ആളുകൾ ലണ്ടൻ ആസ്ഥാനമാക്കിയിട്ട് അവരുടെ ഒരു ചാനൽ പ്രവർത്തിക്കുന്നുണ്ട്. എത്ര വർഷമായി തുടങ്ങിയിട്ടാണ്? 30 വർഷം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിന് അങ്ങേപ്പുറത്തെ കഥ എനിക്കറിയില്ല. 30 വർഷം മുമ്പ് അവർ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കറക്റ്റ് തുടങ്ങിയതറിയില്ല. അതിൻ്റെ ചാനൽ റിലേ ചെയ്യുന്നത് ഇവിടുന്ന് ലണ്ടനിൽ നിന്നാണ്. ലണ്ടനിൽ നിന്ന് റിലേ ചെയ്യുന്നൊരു ചാനൽ അവരിന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബഹായികളുടെയും ഈ ഖാദിയാനികളുടെയും ആസ്ഥാനം ഇസ്രായേലിലാണ്. നോക്കണം, ഇസ്രായേലിലാണ് ബഹായികളുടെ വേൾഡ് ആസ്ഥാനം. ഹൈഫ എന്ന് പറഞ്ഞ സ്ഥലത്താ പോലെ വേൾഡ് ആസ്ഥാനം. ഖാദിയാനികൾക്കവിടെ നല്ല ചോദ്യം. അപ്പം എന്താന്ന് പറഞ്ഞാൽ, ഇസ്ലാമിനെ തകർക്കാനായി ഗൂഢമായ ശ്രമങ്ങൾ എല്ലാ കാലത്തും നടക്കുന്നുണ്ട്. അത് വ്യത്യസ്ത രീതിയിലാണ്. ഇന്നിപ്പോൾ ഈ നടക്കണതും നമ്മൾക്ക് ചിലപ്പോൾ അത് പിടികിട്ടൂല. കുറേ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പം IS എന്താ, നമുക്കതിനെ പറ്റിയൊന്നും പറഞ്ഞുകൂടാ. നമ്മളതിനെ പറ്റി പ്രതികരിക്കണമില്ല. അതിനെപ്പറ്റി പ്രതികരിക്കുന്നതും ഗുണകരമല്ല. പക്ഷെ അതേ സമയത്ത് പിന്നീട് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ തിരിയും, ഇതിൻ്റെ പിന്നിൽ ഇന്നവരായിരുന്നു. അപ്പോൾ മുസ്ലിങ്ങളെ തകർക്കാനായി ആഗോളതലത്തിൽ രൂപം കൊള്ളുന്ന ഓരോ തരം പ്രസ്ഥാനങ്ങൾ ഓരോ കാലഘട്ടത്തിലുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇത് നേരത്തെ പലരും പ്രസംഗിച്ച മാതിരി ആളുടെ വേഷവിധാനങ്ങളെ കൊണ്ടോ ആളുടെ രീതികളെ കൊണ്ടോ അവരെ ഇബാദത്ത് കൊണ്ടോ ഒന്നും ഒരു മനുഷ്യനെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. ഇപ്പോൾ ഇറാനിലും ഇറാഖിലും ഒക്കെ ചെന്നാൽ ഏറ്റവും കൂടുതൽ അവിടെ എന്താ, ഈ മഹാന്മാരെ ആദരിക്കണതിൻ്റെ പരമാവധിയാണ്. അവർ കാളിം എന്ന് പറയുന്ന സ്ഥലത്ത്, മൂസൽ കാളിമിൻ്റെ അവിടെ ചെന്നപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ പള്ളി ദർസ നടന്നുകൊണ്ടിരിക്കണം. നമുക്ക് അതിശയം തോന്നിപ്പോയി. നമ്മളെ കേരളത്തിലെ ശരിയായ പള്ളി ദർസാണ് ബഗ്ദാദിൽ കാളിമൈൻ എന്ന് പറയുന്ന 2 കാളിമുകൾ. മൂസൽ കാളിം സയ്യിദാണ്, മഹാനാണ്. ഓല് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് നിർത്തിയില്ലല്ലോ. ഈ മൂസൽ കാളിമിൻ്റെ ദർസിൽ, ആ പള്ളിയിൽ ഒരു ഭാഗത്ത് നിരന്തരം ഓത്തന്നെ, യാസീൻ ഓത്ത് തന്നെ നിരന്തരം. ഒരു കൂട്ടത്ത് കഴിയുമ്പോൾ പിന്നെ സിയാറത്തോട് സിയാറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവർ പറഞ്ഞു വരുന്നത് എന്താ, ഹറമെന്നാ. നമുക്ക് 3 ഹറമേ ഉള്ളൂ. ഷിയാക്കൾക്കുള്ളത് 6 ഹറമ. ഒന്ന് മക്ക, ഒന്ന് മദീന, ഒന്ന് മസ്ജിദുൽ അഖ്സ, ഒന്ന് കൂഫ, ഒന്ന് കാളിബിയ, ഒന്ന് ഗർബല. ഈ 3 പള്ളികൾക്ക് അവർ മക്ബറ എന്ന് പറയില്ല, ഹറം എന്നാ പറയാ. എന്നിട്ട് മക്കയിലെ ഹറമിൻ്റെ സ്വഭാവത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ സ്ഥലം. അലി റളിയല്ലാഹു അൻഹു മക്ബറ നജ്ഫിൽ എങ്ങനെ നമ്മൾ കഅബാലയത്തിലേക്ക് കടന്നാൽ ചെന്നാൽ അതേമാതിരി ആ മക്കത്തെ ഹറമിൽ വെള്ളം കുടിക്കാനുള്ള ചുവന്ന പാത്രം ഉണ്ടല്ലോ, സംസം കുടിക്കാനുള്ള, ആ പാത്രം പോലും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ കാണുമ്പോഴേ സിയാറത്തിൻ്റെ പൂരം തന്നെ. എന്ന് സിയാറത്ത് പരിധി വിട്ട് കഅബ തവാഫ് ചെയ്യണ മാതിരി
ഖബർ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുക. അലി റളിയല്ലാഹുവിൻ്റെ ഖബറും ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഖബറും മൂസൽ കാളിമിൻ്റെ ഖബറൊക്കെ സിയാറത്തല്ല, ഇങ്ങനെ റൗണ്ട് അടിക്കണ പരിപാടിയാണ്. അത് നിലക്കണില്ല, തവാഫ് നിലക്കാത്ത മാതിരി. തവാഫ് നിസ്കാരത്തിൻ്റെ നേരത്തെ നിലക്കും, ഇത് നിൽക്കാത്തതിൻ്റെ നേരത്തെ നിൽക്കും. ഇതെല്ലാം കൂടി ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പഠിച്ചോണം ഇറ്റങ്ങളൊക്കെ പേച്ചതാ. എന്തുമാത്രം നല്ല ഇബാത്തുകളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല. വിശ്വാസപരമായി അവർ വളരെ വ്യതിചലനത്തിലാണ്. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ചില പാർട്ടിക്കാരെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഷിയക്ക് അബൂബക്കറിന് പേരിലുള്ള ഒരു ഷിയ കാണൂല ഈ ലോകത്ത്. ഉമർ എന്നുള്ള പേരിലൊരു ഷിയയെ കാണൂല, ലോകത്തുണ്ടാവില്ല. അബൂബക്കർ ഉമർ എന്നുള്ള പേര് ഒരിക്കലും ഇടൂല. എന്നോട് ഈ അടുത്തൊരു സുന്നി ഉണ്ട്, ഇറാനിലെ സുന്നികളിൽ നിന്ന് ഏറ്റവും വലിയ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മോനുണ്ട്, ആ മോന് ടെലഫോണിൻ്റെ എൻജിനീയറാണ്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് സുന്നികൾക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മോൻ്റെ പേര് എന്ന് ചോദിച്ചു. മോൻ്റെ പേര് മർവാനാണ്. ഞാൻ പറഞ്ഞു ഈ ഉലകത്തിൽ ഇറാനോനും ജോലി കിട്ടുമെന്ന് കരുതണ്ടാണ്. കാരണം മർവാനാണ് ഷിയാക്കൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആള്. മർവാന്റെ പേരിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് രക്ഷയില്ല. അപ്പം നിങ്ങൾ നോക്കണം, അവിടെയൊക്കെ ഈ സുന്നികൾ വളരെ കഷ്ടപ്പാടുകളാണ്, അവരുടെ പീഡനങ്ങളാണ്. ഇറാനിൽ നമ്മൾക്ക് ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല. സുന്നികൾക്ക് ഇന്ന് ഇറാനിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല. പഴയ കാലത്തുള്ള പൊളിഞ്ഞാടാൻ പോയ പള്ളികൾ മാത്രമാണ്. അത്രയും പീഡനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താ സിറിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ എന്താ ഈ ലോകത്തൊക്കെ നടക്കുന്നത്? എന്താ ഇറാഖിൽ നടക്കുന്നത്? ഇറാഖിൽ എല്ലാവരും കൂടിയും വിചാരിച്ച്, നമ്മുടെ കൂട്ടത്തിലും വിചാരിച്ച പോലെ ഉണ്ടാവും സദ്ദാം ഹുസൈൻ കിങ്കരനാണ്, ക്രൂരനാണ്, അതാണ് ഇതാണ്, പത്രങ്ങൾ ഇങ്ങോട്ട് പർവ്വതീകരിച്ചൊക്കെ എഴുതി. സദ്ദാം ഹുസൈന് അയാളുടെ നാട് അംബാർ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, മലപ്പുറം ജില്ലയുടെ മാര്യ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ മാര്യല്ല. മലപ്പുറം ജില്ലയിൽ 70% 100% സുന്നികളാണ് അംബാർ എന്ന ഡിസ്ട്രിക്റ്റിൽ. അവിടെയാണ് തെക്കിരീത്ത്, അവിടെയാണ് സദ്ദാം ഹുസൈൻ്റെ മക്ബറ. വെറും പള്ളികളുടെയും മദ്രസകളുടെയും മാത്രം നഗരം. ഇന്ന് അവിടെ നിന്ന് യാതൊരു രക്ഷയില്ല ഇവരുടെ പീഡനങ്ങൾ. ചേലിലും കോലും യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ എന്നതുപോലെ വിശ്വാസം എന്നതൊരു വലിയ വിഷയമാണ്. അപ്പോൾ ഈ വിശ്വാസപരമായ വളരെ ാണ് ഈ വിഭാഗം ഉള്ളത്. ഒരുപാട് ആദത്തുകൾ അവർക്കുണ്ട്. അവരുടെ ഫീസുകൾ അതും നമ്മൾ ചിന്തിക്കണം. നമ്മളാളുകളോട് എന്തെങ്കിലുമൊക്കെ ഫീസൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അവരവരുടെ സ്വത്തിൻ്റെ 12% ഖാദിയാൻ കമ്മിറ്റിക്ക് കൊടുക്കണം. എന്നാലും ആർക്കും ഒരു മടിയില്ല. നമ്മളവിടെ മദ്രസ കമ്മിറ്റിക്ക് 50 റുപ്യ 100 റുപ്യ ആയ ബഹള. മൊത്തം സ്വത്തിൻ്റെ 12% ഖാദിയാനിക്ക് കൊടുക്കണം. എന്നാൽ എന്താ ഉള്ളത്? അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താ? മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പെട്ടിയിലായിട്ട് സ്വർഗീയ കബറിടാണ് ഖാദിയാൻ. അവിടെ ബിഷ്തി മേളിലാണ്, സ്വർഗ കവാടാണ്. അവിടത്തേക്ക് കൊണ്ടുപോയി മറവ് ചെയ്യും. അതാണ് അതിനുള്ള. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അതല്ലാത്തവർക്കും വലിയ ഫീസുകളൊക്കെ ഉണ്ട്. സ്വത്തിൽ വലിയൊരു ശതമാനം ഷെയ്ഖിന് എഴുതി കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലില്ലേ? ഇവിടെ പല കള്ള തെരീകത്തും ഉണ്ടായിരുന്നു പഴയ കാലത്ത്. ഇപ്പോഴും ഇതിൻ്റെ ആൾക്കാരും അവശിഷ്ടങ്ങളുണ്ട്. സ്വത്തുക്കൾ അവർക്കാണ് പുത്തമ്പരക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? അവരൊക്കെ സ്വത്ത് മുഴുവനും ഷെയ്ഖിൻ്റെ പേരിൽ എഴുതി കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് മറുവിഭാഗം ആളുകൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഖാദിയാനികളുടെ ചില വൈകല്യങ്ങളൊക്കെ ഇന്ന് നമ്മളിൽ പല ആളുകൾക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഔലിയാകണം എന്നുള്ള മോഹം, എന്നിട്ട് അതിന് കള്ള തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടത്തുക, അതുപോലെ തന്നെ കള്ള കറാമത്തുകൾ ഉണ്ടാക്കുക, എന്നിട്ടത് പുസ്തകമായി പ്രിൻ്റ് ചെയ്യുക. ഒരു കറാമത്ത് ഈ പുസ്തകം ഇറങ്ങിയിട്ട് ഒരു കറാമത്ത് പോലും അതിൽ ശരിയല്ല, ഒരു കറാമത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടത് വിശ്വസിച്ചു കൊണ്ടാണ് കേരളത്തിലെ ഒരു വലിയ ജനവിഭാഗം നടക്കുന്നത്. കറാമത്തിൻ്റെ എത്ര പോകുന്നൊരു ബുക്കേ, അതിൽ ഒരു കറാമത്ത് പോലും ഉണ്ടായിട്ടില്ല. കറാമത്ത് പറഞ്ഞാൽ നമുക്കൊക്കെ കറാമത്ത് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിന് കറാമത്ത് നല്ല പേര് അറിയാം. അതിന് മഴുവിനത്ത് എന്നോ അതിന് ഇസ്തിദ്റാജ് എന്നോ അതിന് അങ്ങനെ വല്ല പേരുവാ പറയാം. അള്ളാഹു തആല മൂമിനീങ്ങൾക്ക് പലതുണ്ടോ. അതിന് കറാമത്ത് എന്ന് പറയാം, അതിന് മഴുവിനത്ത് എന്നാ പറയാം. അള്ളാഹിൻ്റെ സഹായം അങ്ങനെ പോലും ഉണ്ടായിട്ടില്ല. അതേ അവസ്ഥയാണ് ഖാദിയാനിൻ്റെ ഉണ്ടായത്. ഖാദിയാനിക്ക് ഇത്തിഫാക്കൻ ഒന്നും ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായത് എന്താന്ന് പറഞ്ഞാൽ അയാൾ ഒരു പ്രവചനം ഫലിച്ചു. അതെന്താന്ന് പറഞ്ഞാൽ അഹമ്മദ് ബേഗ് മരിക്കും. ഈ മുഹമ്മദി ബീഗത്തിൻ്റെ ബാപ്പ, വയസ്സായ ബാപ്പേ 10 കൊല്ലത്തിനുള്ളിൽ മരിക്കും എന്ന് പറഞ്ഞാൽ അത് 10 കൊല്ലത്തിനുള്ളിൽ മരിച്ചു. അതിപ്പോൾ നമുക്കൊക്കെ പ്രവചനം നടത്തിക്കൂടെ? നമുക്കൊക്കെ പറയാം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു 50 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇവിടെ ഉള്ളവരൊക്കെ മരിക്കും. ഈ സ്റ്റേജിലുള്ളവരൊക്കെ 50 കൊല്ലത്തിൻ്റെ അടിയിൽ ശേഷം ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് ആർക്കാ പ്രവചിക്കാൻ കഴിയാത്തത്? ഈ ജഹാദി പ്രവചനങ്ങളാണ് നടത്തിയത്. അപ്പോൾ ഇവരുടെ വൈകല്യങ്ങളൊക്കെ പല രീതിയിലായതുകൊണ്ട് ഇന്ന് നമ്മളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്.
ആ പുസ്തകത്തിൻ്റെ പേര് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. ഒരുപാട് പുസ്തകങ്ങൾ ഇയാളായിട്ടുണ്ട്. ഒരു 80ഓളം പുസ്തകങ്ങൾ ഇയാൾ എഴുതിയിട്ടുണ്ട്. ഇസാലെ ഔഹാം, തുഹ്ഫെ ഗോൾഡവിയ, ഇഹിജാസ് അഹമ്മദിയ, ഇഷ്തിയാർ മിയാറുൽ അഖ്യാർ, ഇസാലെ ഇലാൻ, ഇൽഹാമാത്ത്, അയ്യാമു സുൽഹ്, ആയിനെ കമാലാത്ത്, അർബഈൻ, അൽബലാ, ഫറിയാദ്, അൽ ബുഷറ, ഹമാമത്തുൽ ബുഷറ, അഞ്ചാമെ ആദം, അൻവാറുൽ ഇസ്ലാം, അൻവാർ ഖിലാഫത്ത്, നജ്മുൽ ഹുദ, നഹ്ജുൽ മുസല്ലി, ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് 80ഓളം പുസ്തകങ്ങൾ ഈ സമൂഹത്തെ വഴിവഴപ്പിക്കാനായിട്ട് അയാൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ ഈ സംഘടന അതിൻ്റെ തുടക്ക കാലഘട്ടം മുതലേ ഇതുവരെ എതിർത്തതിൻ്റെ പേരിൽ അത് മുരടിച്ച് നിൽക്കുകയാണ്, വളർച്ചല്ല. അതിൻ്റെ മുരടിപ്പ് ആ കാലഘട്ടത്തിൽ ഒരു 50 കൊല്ലം മുമ്പ് അവർ ഏതൊരു നാട്ടിലുണ്ടോ അവിടെയും ഇന്നും ഉണ്ട് എന്നല്ലാതെ അതിന് വ്യാപനത്തിനെ തടഞ്ഞു നിർത്തിയത് നമ്മുടെ ആ സമഗ്രമായ പ്രവർത്തനങ്ങളാണ്. ഞാനിപ്പോൾ ഈ വിഷയം എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എന്തിനാ ഈ ഖാദിയാനീസൊക്കെ എടുക്കേണ്ട കാര്യം. പക്ഷേ എനിക്ക് പിന്നെ അതിന് പ്രോത്സാഹനമായത് ഒരു കുട്ടിനോട് ചോദിച്ചു, അല്ല എന്താ ഉസ്താദെ ഖാദിയാനീസ് എന്ന് പറഞ്ഞാൽ? നോട്ടീസ് കണ്ട് പറയാണ് എന്താണ് ഖാദിയ. അപ്പം ഞാനും മനസ്സിലാക്കി, പഠിച്ചോൻ ഈ ഖാദിയാനീസ് എന്താണെന്ന് മനസ്സിലാക്കാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് പ്രവാചകത്വ പരിസമാപ്തി ലോക മുസ്ലിങ്ങളുടെ ഏകോപിതമാണ്. ആ ഏകോപിത ഹർക്കുൽ ഇജ്മായിലൂടെ വന്ന വിഭാഗമാണ്. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, കാഫിര്യങ്ങളാണ് എന്ന് സമസ്ത അടക്കമുള്ള സകലമാന സംഘടനകളും ഫത്വ കൊടുത്തൊരു സംഘടനയാണ്. അതുകൊണ്ട് അത് നമ്മൾ കരുതിയിരിക്കണം. അവരുടെ തന്ത്രങ്ങൾ നമ്മൾ വളരെ മനസ്സിലാക്കണം. ഞാൻ ഈ അടുത്ത ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ മഗ്രിബിൻ്റെ സമയമായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കൊന്ന് മഗ്രിബ് നിസ്കരിക്കണേ. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇവിടെ ജമാഅത്തേരെ പള്ളി ഉണ്ട്. ഞാൻ പറഞ്ഞു അത് പ്രശ്നമൊന്നുമില്ല, ജമാഅത്തേരെ പള്ളി പോണീന് വിരോധമൊന്നുമില്ല. അപ്പോൾ ഇയാളുണ്ട്, നിങ്ങൾ ജമാഅത്തേരെ പള്ളി പോവോ? എന്താ ഇപ്പോൾ ജോലി ജമാഅത്തെ കഴിക്കണം, ഞാൻ അവിടെ നിസ്കരിക്കുന്നതാണ്. ജമാഅത്ത് അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ എന്താ അഹമ്മദി ജമാഅത്ത ഖാദിയാനികളെ പള്ളിയാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്നും അവർ പല നിലയിലും അവരെ സത്യത്തിനൊക്കെ വായിക്കും മനസ്സിലാവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം ആ ശിഥില ചേരികളുടെ എല്ലാവിധ നാശങ്ങളിൽ നിന്നും മുസ്ലിം സമൂഹത്തെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കിൽ വന്നില്ല പാകപ്പിഴവുകളുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ക്ഷമിക്കണം. ഈ യോഗത്തിൽ ഇങ്ങനൊരു വിഷയം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി സമസ്തയുടെ സമ്മേളനം ഒരുപക്ഷെ ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ആ കാലഘട്ടത്തിൽ ആരൊക്കെ ഉണ്ടാവുക, ആരൊക്കെ ഇല്ലാതിരിക്കുക എന്നൊന്നും നമുക്കറിയില്ല. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.